ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. ഇന്ന് രാവിലെ 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. പിന്നൊരു സപ്താഹത്തിൽ ചെന്ന് പങ്കെടുത്തു. കുചേലോപാഖ്യാനം പറയാനുള്ള ഭാഗ്യം കിട്ടി. സപ്താഹത്തിൻ്റെ 6ാം ദിവസമായിരുന്നു അവിടെ. പാലക്കാട് കുഴൽമന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചിന്മയാനന്ദ സ്വാമിജിയുടെ വിദ്യാഗുരുവായിട്ടുള്ള തപോവൻ മഹാരാജ്, സ്വാമി തപോവനത്തിൻ്റെ ജന്മഗൃഹം. അതിപ്പോൾ ഒറിജിനൽ ഗൃഹമല്ല, മുമ്പുണ്ടായിരുന്നത് 8 കെട്ടായിരുന്നു. അവിടെയായിരുന്നു തപോവൻ മഹാരാജ് ജനിച്ചത്. അതെല്ലാം ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് ചെറിയ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതിനും ഒരു 10-70 വർഷം പഴക്കമുണ്ടാവും. 60-70 വർഷം പഴക്കമുള്ള ഒരു ഗൃഹം. അപ്പോൾ അവിടെ വച്ചിട്ട് ഒരു സപ്താഹം നടക്കുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ് ആചാര്യന്മാർ. അപ്പോൾ അവർ ക്ഷണിച്ചു, അതുകൊണ്ട് ചെന്നു. മുഖ്യ ആചാര്യനായിട്ട് ഹരികൃഷ്ണൻ റാന്നി എന്ന് പറയുന്ന കുട്ടിയാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഓൺലൈനിൽ രജനിയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ്. നമ്മളെ എന്നും മുടങ്ങാതെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന റാന്നിയിൽ നിന്ന് രജനിയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അപ്പോൾ ആ കുട്ടി നമ്മളെ ക്ഷണിച്ചു. അതുപോലെ അവിടെ പൗരാണികനായിട്ട് നമ്മുടെ ഗണേശൻ നമ്പൂതിരിയാണ് നമ്മുടെ കൂടെ വായിക്കാനൊക്കെ വരുന്ന പെരുമ്പള്ളി ഗണേശൻ. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു. അങ്ങനെ 2 ക്ഷണം കൂടിയായപ്പോൾ 3-4 ദിവസമായി അവർ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നാണ് അതിന് പോകാൻ തോന്നിയത്. പോയപ്പോൾ അവിടെ കുചേലോപാഖ്യാനം പറയേണ്ടി വന്നു. നല്ലൊരു ഒതുങ്ങിയ സദസ്സ്, നല്ല സദസ്സ്, ശ്രദ്ധയുള്ള സദസ്സ്. അപ്പോൾ എന്തായാലും തപോവനസ്വാമികളുടെ ജന്മഗൃഹം കാണാൻ കഴിഞ്ഞു. ഇപ്പോഴാണ് അവിടെ പോകാനുള്ള യോഗം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ടാണ് വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ച ക്ലാസ്. ആദ്യം 6:30 വെച്ചത് മാറ്റി, അല്ലേ, പ്രീപോൺ ചെയ്തു. അതിന് കാരണം ഈ ആചാര്യന്മാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരിന്ന് അവരുടെ വൈകുന്നേരത്തെ 6:30 മണിക്ക് നിർത്തിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോരും. അപ്പോൾ പിന്നെ അവർ വരുമ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരുന്നാൽ ശരിയാവില്ല. പക്ഷെ ഇന്ന് ക്ലാസ് മുടക്കാനും പറ്റില്ല. അങ്ങനെയാണ് ഈ നേരത്തേക്ക് നമ്മൾ ക്ലാസ് മാറ്റിയത്. എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല മാറ്റിയതൊക്കെ. എന്തായാലും വരുന്നവരൊക്കെ വരട്ടെ, അല്ലെങ്കിൽ അവർ പിന്നീട് കാണട്ടെ. എന്തായാലും നഷ്ടപ്പെട്ടു പോവില്ല, അവിടെ കിടക്കൂല. അപ്പം എപ്പോൾ വേണമെങ്കിൽ കാണാം. അപ്പോൾ അങ്ങനെ ഒരു വളരെ സന്തോഷമുള്ള ദിവസം, എന്താ പറയുക, കുറച്ച് സജ്ജനങ്ങളെ നേരിട്ട് ചെന്ന് കാണാനുള്ള ഒരു ദിവസമായിരുന്നു. അവരിങ്ങടും വരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക്
ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക്, പൂതന മോക്ഷത്തിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കാം. ദശമസ്കന്ധം 6-ാം അധ്യായം നമുക്ക് വായിക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഷഷ്ഠോऽധ്യായഃ. ശ്രീശുക ഉവാച. നന്ദഃ പതിവചഃ ശൗരേഃ ന മൃഷേതി വിചിന്തയन् ഹരിം ജഗാമ ശരണം ഉൽപാദാഗമശങ്കിതഃ. കംസേന പ്രഹിതാ ഘോരാ പൂതനാ ബാലഘാതിനി ശിശൂംശ്ചാര നിഘ്നന്തി പുരഗ്രാമവ്രജാദിഷു. നയത്ര ശ്രവണാദീനി രക്ഷോഘ്നാനി സ്വകർമ്മസു കുർവന്തി സാത്വതാം ഭർത്തുഃ യാതുധാന്യശ്ച തത്ര ഹി. സാഘേചര്യഗതോപേത്യ പൂതനാനന്ദഗോകുലം യോഷിത്വാ മായയാത്മാനം പ്രാവിശത് കാമചാരിണി. താം കേശബന്ധവ്യതിഷക്തമല്ലികാം ബൃഹന്നിതംബസ്തനകൃത്സ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണത്വിഷോല്ലസത്കുന്തളമണ്ഡിതാനനാം. വൽഗുസ്മിതാപാംഗവിസർഗവീക്ഷിതൈഃ മനോഹരന്തീം വനിതാം വ്രജൗകസാം അമം സതാംഭോജകരേണ രൂപിണീം ഗോപ്യ ശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം. ബാലഗ്രഹസ്തത്ര വിചിന്വതി ശിശൂൻ യദൃച്ഛയാനന്ദഗൃഹേ അസദന്തകം. ബാലം പ്രതിച്ഛന്ന നിജോരു തേജസം ദദർശ തൽപേ അഗ്നിവിവാഹിതം ഭസി. വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാ സനിമീലിതേക്ഷണഃ അനന്തമാരോപയതംഗമന്തകം യതോരകം സുപ്തമബുദ്ധിരജ്ജുതി. താം തീക്ഷ്ണചിത്താം അതിവാമചേഷ്ടിതാം വീക്ഷ്യാന്തരാകോശപരിച്ഛദാസിവത് വരസ്ത്രിയം തൽപ്രഭയാ ച ധർഷിതേ നിരീക്ഷമാണേ ജനനീ ഹ്യതിഷ്ഠതാം. തസ്മിൻ സ്തനം ദുർജരവീര്യമുൽബണം ഘോരാംഗമാദായ ശിശോർദധാവധ. ഗാഢം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യ തൽപ്രാണൈ സമം രോഷസമന്വിതോ പിബത്. സാ മുഞ്ചമുഞ്ചാലം ഇതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാകില ജീവമർമ്മണി. വിവൃത്യ നേത്രേ ചരണൗ ഭുജൗ മുഹുഃ പ്രസ്വിന്നഗാത്രാക്ഷിപതീരുരോധഃ. തസ്യാസ്വനേനാദിഗഭീരരംഹസാ സാദ്രിർമഹീദ്യൗശ്ച ചചാലസഗ്രഹ. രസാദിശശ്ച പ്രതിനേദിരേ ജനാഃ പേദുക്ഷിതൗ വജ്രനിപാതശങ്കയാ. നിശാചരീത്ഥം വ്യതിരസ്തനാവ്യസുഃ വ്യാദായ കേശാൻ ചരണൗ ഭുജൗ അപി പ്രസാര്യ ഗോഷ്ഠേ നിജരൂപമാസ്ഥിത. വജ്രാഹതോ വൃത്രൈവാപതൻ നൃപ. പതമാനോപി തദ്ദേഹസ്ത്രിഗവ്യൂത്യന്തരദ്രുമാൻ ചൂർണയാമാസ രാജേന്ദ്ര മഹദാസീതദൽഭുതം. ഈശാമാത്രോഗ്രദംഷ്ട്രാസ്യം ഗിരികന്ധരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം. അന്തകൂപഗഭീരാക്ഷം കുളിനാരോഹഭീഷണം ബദ്ധസേതുഭുജോർവംഗ്രിശൂന്യതോ യഹ്രദോദരം. സന്തത്ര സുസ്മതദ്വീക്ഷ്യ ഗോപാ ഗോപ്യഃ കളേവരം. പൂർവം തു തന്നിസ്വനിത ഭിന്നഹൃത്കർണമസ്തകാഃ. ബാലം ച തസ്യാഉരസി ക്രീഡന്തമകുതോ ഭയം. ഗോപ്യസ്തൂർണം സമഭ്യേത്യ ജഗൃഹുർജാതസംഭ്രമാഃ. യശോദാരോഹിണിഭ്യാം താഃ സമം ബാലസ്യ സർവതഃ. രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛഭ്രമണാദിഭിഃ. ഗോമൂത്രേണ സ്നാപയിത്വാ പുനർഗോരജസാർഭകം. രക്ഷാം ചക്രുശ്ച സകൃത ദ്വാദശാംഗേഷു നാമഭിഃ. ഗോപ്യഃ സംസ്പൃഷ്ട സലിലാ അംഗേഷു കരയോഃ പൃഥക്.
ന്യസ്യാത്മന്യത ബാലസ്യ ബീജന്യാസം അകുർവത അവ്യാദജോംഗ്രിം അണിമാൻ തവ ജന്മദോരു യജ്ഞോച്യുതക്കടിതടം ജഡരം ഹയാസ്യം ഹൃത്കേശവസ്തുതുരയീശയിനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമയീശ്വരക്കം ചക്രഗ്രത സഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വൽപാർശ്വയോർധനുരസീ മധുഹാജനശ്ച കോണേഷു ശങ്കൗരുഗായ ഉപര്യുപേന്ദ്രഃ താർക്ഷ്യക്ഷിതൗ ഹലധര പുരുഷഃ സമന്താത് ഇന്ദ്രിയാണി ഋഷീകേശഃ പ്രാണാൻ നാരായണോവതു സ്വേദദ്വീപപതിശ്ചിത്തം മനോ യോഗേശ്വരോവതു പ്രശ്നിഗർഭസ്തു തേ ബുദ്ധിം ആത്മാനം ഭഗവാൻ പരഃ ക്രീഡന്തം പാതു ഗോവിന്ദഃ ശയാനം പാതു മാധവഃ വ്രജന്തമവ്യാദ് വൈകുണ്ഠ ആസീനം ത്വാം ശ്രിയഃ പതിഃ ഭുഞ്ജാനം യജ്ഞഭുക് പാതു സർവഗ്രഹ ഭയങ്കരഃ ഡാഗിന്യോ യാതു ധാന്യശ്ച കൂഷ്മാണ്ഡ യേ അർഭകഗ്രഹാഃ ഭൂതപ്രേതപിശാചാശ്ച യക്ഷരക്ഷോ വിനായകാഃ കോടരാരേവതി ജ്യേഷ്ഠാ പൂതനാ മാതൃകാദയഃ ഉന്മാദാ യേ ഹ്യപസ്മാരാ ദേഹപ്രാണേന്ദ്രിയദ്രുഹഃ സ്വപ്നദൃഷ്ടാ മഹോത്പാദാ വൃദ്ധബാലഗ്രഹാശ്ച യേ സർവേ നശ്യന്തു തേ വിഷ്ണോഃ നാമഗ്രഹണഭീരവഃ ശ്രീശുക ഉവാച യതി പ്രണയബദ്ധാഭിർ ഗോപീഭികൃതരക്ഷണം പായയിത്വാ സ്തനം മാതാ സന്യവേശയദാത്മജം താവന്നന്ദാദയോ ഗോപാ മധുരായാ വ്രജം ഗതാഃ വിലോക്യ പൂതനാ ദേഹം ബഭൂവുർ അതിവിസ്മിതാഃ നൂനം ബദർഷി സഞ്ജാതോ യോഗേശോ വാ സമാസസഃ സ ഏവ ദൃഷ്ടോ ഹ്യുത്പാദോ യദാഹ ആനകദുന്ദുഭിഃ കളേബരം പരശുഭിശ്ചിത്വാ തത്തേ വ്രജൗകസഃ ദൂരേ ക്ഷിപ്ത്വാ അവയവശോ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ചാഗരു സൗരഭഃ ഉത്തിതകൃഷ്ണ നിർഭുക്ത സപദ്യാഹത പാപ്മനഃ പൂതനാലോകബാലഘ്നി രാക്ഷസീരുതിരാശന ജിഗാംസയാ വിഹരയേ സ്തനം ദത്വാപസദ്ഗതിം കിം പുനഃ ശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനി യച്ഛൻ പ്രിയതമം കിം നോ രക്താസ്തന്മാതരോ യഥാ പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈഃ അംഗം യസ്യാ സമാക്രമ്യ ഭഗവാൻ അപിപത്സ്തനം യാതുധാന്യപി സാ സ്വർഗമവാപ ജനനീഗതിം കൃഷ്ണഭുക്തസ്തനക്ഷീരാഃ കിമു ഗാവോ नु മാതരഃ പയാംസി യാസാമപിപദ പുത്രസ്നേഹസ്നുതാന്യലം ഭഗവാൻ ദേവകീപുത്രഃ കൈവല്യാദ്യഖിലപ്രദഃ താസാം അവിരതം കൃഷ്ണേ കുർവതീനാം സുതേ ക്ഷണം ന പുനഃ കൽപ്പത്തെ രാജൻ സംസാരോ ജ്ഞാനസംഭവഃ കടധൂമസ്യ സൗരഭ്യം അവഗ്രായ വ്രജൗകസഃ കിമിദം കുത ഏവേതി വദന്തോ വ്രജമായയുഃ തേ തത്ര വർണ്ണിതം ഗോപൈഃ പൂതനാഗമനാദികം ശ്രുത്വാ തന്നിധനം സ്വസ്തി ശിശോശ്ചാസൻ സുവിസ്മിതാഃ നന്ദസ്വപുത്രമാദായ പ്രത്യാഗതം ഉദാരധീഃ മൂർധ്ന്യുപാഘ്രായ പരമാം മുദം ലേഭേ കുരൂദ്വഃ യേതത്പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭഗമർബുദം ശൃണുയാത് ശ്രദ്ധയാ മർത്യോ ഗോവിന്ദേ ലഭതേ രതിം. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക്, പൂതനാമോക്ഷം കഥയിലേക്ക് സുസ്വാഗതം. നാരായണ. നമ്മള് ദശമസ്കന്ധത്തിലെ 6-ാം അധ്യായം പൂതനാമോക്ഷം, അതിൻ്റെ എന്താ പറയുക 3/2 ഭാഗം കണ്ടു കഴിഞ്ഞു. നന്ദഗോപര് മധുരാപുരിയിൽ നിന്ന് കംസന് കരം കൊടുക്കാനുള്ളത് കൊടുത്ത് വസുദേവരെയും സന്ദർശിച്ച് അവർ തമ്മിലുള്ള ആ സ്നേഹ പ്രകടനങ്ങളും കുശല പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് വസുദേവരുടെ നിർദ്ദേശപ്രകാരം വേഗം അവിടുന്ന് യാത്രയായി മടങ്ങുകയാണ്. മടങ്ങുന്ന വഴി ആ നന്ദഗോപര് ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ രക്ഷിക്കാൻ, ഗോകുലത്തെ രക്ഷിക്കാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുന്നു. ഈ സമയത്താണ് കംസനാൽ പ്രേരിതയായി കുട്ടികളെ കൊന്നു നടക്കുന്ന പൂതന എന്ന ആ രാക്ഷസി എല്ലായിടത്തും സഞ്ചരിച്ച് അവസാനം ഭഗവാന്റെ ഇച്ഛപ്രകാരം ഗോകുലത്തിലേക്ക് വന്നു ചേരുന്നു. പ്രച്ഛന്ന വേഷയായി, നല്ല സുന്ദരിയായി, സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെ തോന്നിക്കുന്ന ഭാവത്തിൽ ലളിതയായി കുട്ടികളെ തെരഞ്ഞുകൊണ്ടവൾ ഗോകുലത്തിൽ വന്ന് നേരെ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് തന്നെ വന്നു ചേരുന്നു. തന്റെ അന്തകനാണ് ഈ കിടക്കുന്നതെന്ന് അവൾ അറിയുന്നില്ല. അറിയാതെ പാമ്പിനെ കയറെന്ന് കരുതി എടുക്കുന്നവരെ പോലെ ഈ മൂഢ തന്റെ അന്തകനെ തന്റെ മടിയിലേക്ക് എടുത്തു വെച്ച് മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ, ആരെങ്കിലും തടയുന്നതിന് മുമ്പേ തന്നെ അവൾ വളരെ അധികാരപൂർവം ഈ കുട്ടിക്ക് തൻ്റെ മുലപ്പാൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നല്ല കാളകൂട വിഷം പുരട്ടിയതായിട്ടുള്ള മുലയാണ് ഈ കുട്ടിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവൾ ദുഷ്ടയാണ്, ഇവൾ തന്നെ വധിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി വന്നിരിക്കുകയാണ്, കുട്ടികളെ കൊന്നു നടക്കുകയാണ് എന്നറിഞ്ഞ് ഭഗവാൻ അവളെ കാണണ്ട എന്ന മട്ടില് ഭഗവാന്റെ സുന്ദരമായ താമര കണ്ണുകൾ അടച്ചു പിടിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവളുടെ സ്തന്യം പാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അവളുടെ പ്രാണനെ വലിച്ചു കുടിക്കാൻ തുടങ്ങിയെന്നും അവളുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രാണനെ ഭഗവാൻ ആ സ്തനദ്വാരങ്ങളിലൂടെ വലിച്ചു കുടിക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രാണവേദന കൊണ്ട് അവൾ പടയുന്നതും മുഞ്ച മുഞ്ച അലം അലം എന്ന് അലറുന്നതും കയ്യും കാലും ഒക്കെ ഇട്ട് കൊടയുന്നതും അല്ലെ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും കരയുന്നതും ഒക്കെ വർണ്ണിച്ചു. അങ്ങനെ ഭഗവാനോ നല്ലതുപോലെ നിഷ്പീഡ്യമാനം, നല്ലതുപോലെ ആ എന്താ പറയുക അവളുടെ സ്തനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ നല്ലോണം പിഴിഞ്ഞ് പ്രാണനെ വേഗത്തിൽ ആഗിരണം ചെയ്തുകൊണ്ട് അവൾക്ക് വേഗം ഗതി കൊടുക്കാനായിട്ടുള്ള ഭഗവാന്റെ ആ മുഞ്ച മുഞ്ച എന്നുള്ള പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അങ്ങനെ പ്രാണൻ പോയതായിട്ടുള്ള അവള് അവിടെ മലർന്ന് വീഴുകയാണ്, ചത്ത് മലച്ച് വീഴുകയാണ്. അവളുടെ പൂർവ്വ ശരീരം രാക്ഷസ ശരീരത്തോടുകൂടി ഒരു എന്താ പറയുക കൂമനെ പോലെയുള്ളതായിട്ടുള്ള മുഖത്തോടു കൂടിയിട്ടുള്ള രാക്ഷസിയാണ് അവള്. ഉലൂഖം പോലെയുള്ള ഭാവം. അങ്ങനെ ഭയങ്കരിയായിട്ടുള്ള അവളുടെ ശരീരത്തെ വർണ്ണിച്ചു. അവളുടെ ശരീരം പർവ്വതാകാരം വൃത്രാസുരൻ പതിച്ച പോലെയാണ് പതിച്ചത് എന്ന് പറഞ്ഞു. അത് വീണപ്പോ എത്രയോ 6 വിളിപ്പാട് ദൂരെ 3 ഗവ്യൂതി ദൂരം ഉള്ളതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ചതഞ്ഞ് പൊടിഞ്ഞു.
കലപ്പ പോലെയുള്ളതായിട്ടുള്ള അവളുടെ ഉഗ്രങ്ങളായ ദംഷ്ട്രകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തുറന്ന വായും, അതുപോലെ ഗുഹകൾ പോലെയുള്ളതായിട്ടുള്ള വലിയ 2 മൂക്കുകളും, പർവ്വതത്തിന്റെ കൊടിമുടികൾ പോലെയുള്ള 2 സ്ഥലങ്ങളും, അതുപോലെയുള്ളതായിട്ടുള്ള ചുവന്ന തലമുടി, ചെമ്പിച്ച തലമുടി പരന്നിങ്ങനെ കിടക്കുന്നു. പൊട്ടക്കിണർ പോലെ ആഴമേറിയതായിട്ടുള്ള 2 കണ്ണുകള്, അതുപോലെ അവളുടെ അടിവയറ് മണൽത്തിട്ട പോലെ കിടപ്പുണ്ട്. അവളുടെ കയ്യും കാലും തുടയുമെല്ലാം പരത്തി കിടക്കുന്നത് വല്ല അണക്കെട്ട് കെട്ടിയതുപോലെ കിടപ്പുണ്ട്. വെള്ളമില്ലാത്തൊരു തടാകം പോലെയുള്ളതായിട്ടുള്ള അവളുടെ ഉദരം. ഇതെല്ലാം കണ്ട് അവളുടെ ആ കളയബരം കണ്ട് ഗോപന്മാരും ഗോപികമാരും തദ്വീക്ഷ്യ സന്തത്രസു, അത് കണ്ടിട്ട് സമ്യക്കായി തത്രസു, നന്നായി ഭയപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ അവളുടെ ശബ്ദം കേട്ട് ഭയന്നിരിക്കുന്നവരാണ് അവർ. അവരുടെ ഹൃദയവും കർണവും മസ്തകവും ഒക്കെ പിളർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ശബ്ദം കേട്ട് പേടിച്ചിരിക്കുന്നവർ ഇപ്പൊ രൂപവും കണ്ട് ഭയപ്പെട്ടു. എന്നാൽ ഒരു ഭയവും കൂടാതെ അവളുടെ മാറിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കിടക്കുന്നൊരു നീലരത്നം പോലെ ഭഗവാൻ കിടക്കുന്നു, കയ്യും കാലും ഒക്കെ ഇട്ടടിച്ചുകൊണ്ട്, ഒരു കൂസലും ഇല്ലാതെ. ആ സമയത്ത് ഗോപികമാര് അവര് യാതൊരു ഭയവും പ്രകടിപ്പിക്കാതെ ആപത്തില് ധൈര്യം അവലംബിച്ചുകൊണ്ട് ഓടിക്കേറി ഈ മലയുടെ മുകളിലേക്ക്. എന്നിട്ട് അവര് ഈ ഉണ്ണിയെ എടുത്തുകൊണ്ട് വന്ന് യശോദ രോഹിണിമാരുടെ അടുത്ത് കൊണ്ടുകൊടുത്ത് അവരെല്ലാവരും കൂടി രക്ഷയെ ചെയ്യുന്ന ആ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലി വളരെ വിശദമായി കണ്ടു. ഗോപുച്ഛ ഭ്രമണാദിഭി, പശുവിന്റെ വാലുകൊണ്ട് കുട്ടിയെ ഒഴിയുക, ഗോമൂത്രം തളിക്കുക, അതുപോലെ തന്നെ പശുവിന്റെ കുളമ്പിലെ പൊടിയെടുത്ത് ശരീരത്തിലൊക്കെ ഭസ്മം പോലെ ധരിക്കുക, ചാണകമെടുത്ത് ശരീരത്തിലെ അവയവങ്ങളിലൊക്കെ ചന്ദനം പോലെ പൂശുക. അങ്ങനെ 12 നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ ഭഗവാന്റെ വിവിധ അവയവങ്ങളെ സ്പർശിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ചിലരൊക്കെ പോയി സ്നാനാദികളോ അല്ലെങ്കിൽ ആചമനാദികളോ കയ്യും കാലോ ഒക്കെ കഴുകിയിട്ട് വന്നിട്ട് പിന്നെ ആദ്യം ആ ബാലന് ബീജന്യാസം മുതലായത് ചെയ്തു. ആ ഭഗവാന്റെ വിവിധ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ശരീരത്തിലെ അവയവങ്ങൾ ഇന്ന ഭാവത്തിൽ ഭഗവാൻ രക്ഷിക്കട്ടെ, അതുപോലെ ഭഗവാൻ ചുറ്റും നിന്ന് രക്ഷിക്കട്ടെ എന്ന് 23-ാം ശ്ലോകത്തിലും, പിന്നീട് അന്ധകരണങ്ങളെയും മറ്റും രക്ഷിക്കട്ടെ എന്ന് 24-25 ശ്ലോകങ്ങളിലും, പിന്നീട് എന്തെല്ലാം ഭഗവാൻ ചെയ്യുന്നുവോ അപ്പൊക്കെ വ്രജന്തം അവ്യാ വൈകുണ്ഠ, സഞ്ചരിക്കുമ്പോൾ വൈകുണ്ഠൻ രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ക്രീഡന്തം പാതു ഗോവിന്ദ, കളിക്കുമ്പോൾ ഗോവിന്ദൻ രക്ഷിക്കട്ടെ, ശയാനം പാതു മാധവ, ശയിക്കുമ്പോൾ മാധവൻ രക്ഷിക്കട്ടെ, ആസീനം ത്വാം ശ്രീയപ്പതി, ഇരിക്കുമ്പോൾ ആ ലക്ഷ്മീപതി രക്ഷിക്കട്ടെ, ഭോജനം കഴിക്കുമ്പോൾ യജ്ഞബുക്കായ ഭഗവാൻ പാലിക്കട്ടെ. ഇങ്ങനെ ഭഗവാനെ വിവിധ നാമങ്ങൾ പറഞ്ഞ് രക്ഷ മന്ത്രങ്ങൾ ചൊല്ലി, അതുപോലെ ദുഷ്ടശക്തികളായ ഡാകിനികൾ, യാതുദാനികൾ, കൂഷ്മാണ്ഡങ്ങൾ, അതുപോലെയുള്ള അർഭഗ്രഹങ്ങളായുള്ള ഭൂതപ്രേത പിശാചുക്കൾ, യക്ഷരക്ഷോ വിനായകന്മാർ, കോടര, രേവതി, ജ്യേഷ്ഠ, പൂതന, മാതൃകാദയ, ഉന്മാദ, അപസ്മാര, ദേഹ പ്രാണേന്ദ്രിയ ദ്രുഹ, സ്വപ്നദൃഷ്ട, മഹോൽപാദ, വൃദ്ധ ബാലഗ്രഹാശ്ചയേ, ഇങ്ങനെ എണ്ണി എണ്ണി വിവിധങ്ങളായ ബാധകളെ, രക്ഷസുകളെ എല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് സർവേ നശ്യന്തുതേ വിഷ്ണോഹോ നാമഗ്രഹണ ഭീരവഃ. ആ വിഷ്ണുവിന്റെ ഭഗവാന്റെ നാമം കേട്ടുകഴിയുമ്പോൾ ഭയപ്പെട്ട് ഓടുന്നവരാണ് ഇവരെല്ലാം. അങ്ങനെയുള്ളവരെല്ലാം നശിക്കട്ടെ എന്ന് ആ രക്ഷാമന്ത്രങ്ങളെ ഈ ഗോപികമാർ എത്ര പ്രാകൃതകളാണെങ്കിലും ഈ കാര്യത്തിൽ അവർ നമ്മളെക്കാൾ എത്രയോ സംസ്കൃതകളാണ് എന്നർത്ഥം. നമ്മളുടെ വിചാരം വേഷഭൂഷാദികളും ചെയ്യുന്ന തൊഴിലുമാണ് ഒരാളുടെ സംസ്കാരം നിർണയിക്കുന്നത് എന്നാണ്. അതല്ല, ഒരാളുടെ ജീവിതത്തിലുള്ളതായിട്ടുള്ള ഈശ്വരാർപ്പണ ഭാവമാണ് അവരുടെ സംസ്കാരം ഏറ്റവും നന്നായിട്ട് നിർണയിക്കുന്നത്. ആരാണോ ഭഗവാനിൽ പൂർണ്ണമായി അർപ്പിച്ച നിഷ്കളങ്കരായി ജീവിക്കുന്നത്, ആ നിഷ്കളങ്കതയാണ് ഏറ്റവും വലിയ സംസ്കാരം. എല്ലാ സംസ്കാരങ്ങളും ഈ ഉള്ളിലുള്ള കളങ്കങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലുള്ള എല്ലാ കൽമഷങ്ങളും പാപവാസനകളും കളഞ്ഞ് ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും. അതില്ലാതെ വേഷങ്ങൾ കെട്ടി കൂടുതൽ കൂടുതൽ എന്താ പറയുക വഞ്ചകന്മാരായി മാറുകയല്ല വേണ്ടത്. നമ്മളൊക്കെ ഇന്ന് വേഷം കെട്ടിയിട്ട് ആ വേഷങ്ങളിൽ ഭ്രമിച്ച് നടക്കുകയാണ്. അത് മാറണം. അത് മാറി ശരിയായ നിഷ്കളങ്കത, ശുദ്ധി, അത് ഭഗവാനോട് ചേരുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഭഗവത് ഭക്തി ഉണ്ടാവുമ്പോഴേ ഉണ്ടാവുള്ളൂ.
അപ്പൊ എന്തായാലും ഇതുപോലെയുള്ളതായിട്ടുള്ള മന്ത്രങ്ങൾ നമ്മുടെ പൂർവികന്മാരൊക്കെ നിത്യേന ഗൃഹങ്ങളിൽ ചൊല്ലിയിരുന്നു. അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ സന്താന സൗഖ്യം നല്ലോണം ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ആരോഗ്യവും എല്ലാം ഉണ്ടായിരുന്നു, അങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നു, രക്ഷയുണ്ടായിരുന്നു. ഇന്ന് ഇപ്പൊ ഈ മന്ത്രങ്ങളൊക്കെ ഗൃഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയതോടു കൂടിയിട്ട് കുട്ടികളും അതോടുകൂടി ഒഴിഞ്ഞുപോയി. കുട്ടികളില്ലാത്ത ശൂന്യഗൃഹങ്ങളായി മാറി, അല്ലെ? കുറുക്കന്റെ ഗുഹ പോലെയായി മാറിയിട്ടുണ്ട് പല വീടുകളും. അങ്ങനെ ആവാതിരിക്കട്ടെ. അതിന് ഈ മന്ത്രങ്ങളൊക്കെ തീർച്ചയായിട്ടും ആ ഗൃഹങ്ങളെ ഐശ്വര്യപൂർണമാക്കുന്നതാണ്. ഗൃഹത്തിലുള്ള സകല നെഗറ്റീവ് എനർജികളെയും തള്ളിക്കളഞ്ഞ് അവിടെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ഇത് പഠിക്കുക, നമ്മുടെ കുട്ടികൾക്കും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ചെറിയ കുട്ടികളുള്ള ഗൃഹങ്ങളിൽ കുട്ടികളെ മടിയിലിരുത്തിക്കൊണ്ട് അമ്മമാര് അല്ലെങ്കിൽ മുത്തശ്ശിമാർ ഇത് സന്ധ്യാവേളകളിലൊക്കെ പ്രത്യേകമായിട്ട് ചൊല്ലുക. ഇതൊക്കെ ചെയ്യണം. അതൊരു സംസ്കാരം നിലനിർത്തുക. അതുപോലെ ബാല ചികിത്സകന്മാരായിരിക്കുന്ന പീഡിയാട്രീഷ്യൻസ് അവർക്ക് ഈ മന്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കുട്ടികളെ ശുശ്രൂഷിക്കുന്നവരൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ആയമാരൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, അല്ലെ? അംഗനവാടിക്കാര്, കുട്ടികൾക്ക് LKG UKG നോക്കുന്നവര് ഒക്കെ പ്രത്യേകം ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കഥ തുടരാം. നമ്മൾ ഇന്നലെ എവിടെയാണ് നിർത്തിയത്? ശ്രീശുക ഉവാച ഇതി പ്രണയബദ്ധാഭിഃ ഗോപീവികൃതരക്ഷണം പായയിത്വാ സ്തനം മാതാ സന്യവേശയദാത്മജം. ശ്രീശുക ഉവാച ഇതി പ്രണയബദ്ധാഭിഃ ഗോപീഭികൃതരക്ഷണം പായയിത്വാ സ്തനം മാതാ സന്യവേശയദാത്മജം. അപ്പൊ ഇതി പ്രണയബദ്ധാഭിഃ ഗോപീഭിഃ കൃതരക്ഷണമാത്മജം മാതാ സ്തനം പായയിത്വാ സന്നിവേശയത്. ഇത് ഇപ്രകാരം മുമ്പ് പറഞ്ഞതുപോലെ എത്രയോ ശ്ലോകങ്ങളെ കൊണ്ട് ആ ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെ? ഇവരുടെ കയ്യിലിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് എന്നുള്ളത് അവർക്ക് അറിയാത്തത് കൊണ്ട് ജഗത് രക്ഷകനായ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈ ബാലനെ രക്ഷിക്കണേ എന്ന്. അങ്ങനെ ഇതി പ്രണയബദ്ധാഭിഃ ഗോപീഭിഃ, ഈ ഗോപികമാര് ഇപ്പൊ തന്നെ പ്രണയബദ്ധരായി കഴിഞ്ഞു ഭഗവാനോട്. ജനിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അവർക്ക് എന്തുകൊണ്ട് ആ ഭഗവാനോട് പ്രണയബദ്ധത ഉണ്ടായി? ഒന്നാമത് അവരുടെ രാജാവായിട്ടുള്ള നന്ദന്റെ വയസ്സായിട്ടുണ്ടായ കുട്ടിയാണ്. പിന്നെ കാണാനുള്ളതായിട്ടുള്ള സൗന്ദര്യവും കൗതുകവും അതെല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും. അതിനേക്കാളൊക്കെ ഇവരുടെ തന്നെ ആത്മാവാണ് ഈ കൃഷ്ണരൂപത്തിലിരിക്കുന്നത്. ഇവരുടെ ഓരോരുത്തരുടെയും ആത്മസ്വരൂപനാണ് ഭഗവാൻ. ഇപ്പൊ ഭഗവാൻ അവരെ ആകർഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കെല്ലാം ഏറ്റവും പ്രിയം ആരോടാണ്? നമ്മുടെ ആത്മാവിനോടാണ്. ആ ആത്മസ്വരൂപനാണ് ഇതാ മുമ്പില് ഒരു രൂപമെടുത്തിരിക്കുന്നത്. അപ്പൊ പ്രിയമില്ലാതിരിക്കൂ? അപ്പൊ നമ്മൾക്ക് നമ്മളോടുള്ളതായിട്ടുള്ള പ്രേമം തന്നെയാണ്, പ്രിയം തന്നെയാണ് ഇവിടെ ഭഗവാനോടും തോന്നുന്നത്. അത് പ്രണയബദ്ധമായി ആരംഭിക്കുന്നു. ഇനിയും അത് തീവ്രമാവാൻ പോവുകയാണ്. ഓരോ ദിവസവും ഓരോ ലീലകളിലൂടെ ഭഗവാൻ ഇവരുടെ ഹൃദയത്തെ ആകർഷിച്ച് തന്നിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ പോവുകയാണ്. അതാണ് ഭഗവാന്റെ ആ ഒരു ശക്തി. സച്ചിദാനന്ദ സ്വരൂപൻ, ആകർഷണ സ്വരൂപൻ, എല്ലാവരുടെയും ആത്മസ്വരൂപൻ, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രണയബദ്ധാഭിഃ ഗോപീഭിഃ, അവരും നിഷ്കളങ്കരാണ്. അങ്ങനെയുള്ള ഗോപികമാർ എന്ന് പറയുമ്പോൾ തന്നെ രക്ഷിക്കുന്നവർ എന്നും കൂടി അർത്ഥമാണ്. ഗോപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കലാണ്. ഗോപന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കളെ രക്ഷിക്കുന്നവർ എന്നാണ്. ഗുപ്ത ശബ്ദത്തിന്റെ പര്യായ ശബ്ദങ്ങളാണ് ഗോപ. നമ്മൾ വൈശ്യന്മാർക്ക് കൊടുക്കുന്ന ടൈറ്റിലാണ് ഗുപ്തന്മാർ. എന്തുകൊണ്ട് ഗുപ്തന്മാർ? ഗോപനം ചെയ്യുന്നവരായതുകൊണ്ട്. എന്തിനെ? സമ്പദ്ഘടനയെ.
വൈശ്യന്മാരാണ് ലോകത്തിന്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നത്. ധനം, ധാന്യം മുതലായത് അവര് കൃഷിയിലൂടെയും ഗോരക്ഷയിലൂടെയും കച്ചവടത്തിലൂടെയും എല്ലാ ധനകാര്യ വിനിമയങ്ങളിലൂടെയും ഈ ലോകത്തിലെ എക്കണോമിക്സ്, കോമേഴ്സ്, അല്ലെ, ഫൈനാൻസ്, ഈ വക കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് വൈശ്യസമൂഹമാണ്. വൈശ്യസമൂഹം അധ്വാനിച്ച് ഉണ്ടാക്കുന്ന സമ്പത്തേ ഈ ലോകത്തിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചെലവാക്കാനുള്ളവരാണ്. വൈശ്യസമൂഹം പ്രൊഡ്യൂസേഴ്സ് ആണ്, ബാക്കിയുള്ളവരൊക്കെ കൺസ്യൂമേഴ്സ് ആണ്. അതിനെ വേണ്ട രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മറ്റൊക്കെ ആയിട്ടാണ് രാജാക്കന്മാരൊക്കെ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഉപഭോക്താക്കളാണ് ബാക്കിയുള്ളവരെല്ലാം. അപ്പൊ ഏറ്റവും നല്ല പ്രൊഡ്യൂസേഴ്സ് ഇവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഗോപ്ത എന്നുള്ള അർത്ഥത്തില് ഗുപ്തൻ എന്ന്. അപ്പൊ ഗോപന്മാരെന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. പശുക്കളെ പാലിക്കുന്നതിലൂടെ ധനത്തെയും രക്ഷിക്കുന്നവരാണ്, ധനസ്ഥിതിയെയും രക്ഷിക്കുന്നവരാണ്. അപ്പൊ അവരുടെ സ്ത്രീലിംഗ ശബ്ദമാണ് ഗോപി. അപ്പോ അവര് ഗോപീഭി എന്ന് പറയുന്നതിലൂടെ തന്നെ ഭഗവാനെ രക്ഷിക്കുന്നവർ എന്നുകൂടി വന്നു. ഭഗവാനെ പുത്രവാത്സല്യത്തോടുകൂടി, അതാണ് പ്രണയബദ്ധാഭിഹി ഗോപീഭിഹി കൃതരക്ഷണം ആത്മജം. അവര് രക്ഷ ചെയ്തു. ഗോപികൾ ചെയ്യേണ്ട ധർമ്മം ഗോപികൾ ചെയ്തു. അവര് രക്ഷിച്ചു, ഭഗവാന് വേണ്ട രക്ഷയൊക്കെ ചെയ്തു. ആ അമ്മമാരെ മാത്രം വിട്ടുകൊടുത്തില്ല. സാധാരണ നമ്മുടെയൊക്കെ ഗൃഹങ്ങളില് ഒരു കുട്ടിക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആരും കാണാതെ സ്വന്തം അമ്മ തന്നെ ചെയ്യണം എന്നാ പറയുക, അല്ലെ? നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇപ്പൊ വീട്ടിൽ വിസിറ്റേഴ്സ് ഒക്കെ വന്നു പോയാൽ, അല്ലെങ്കിൽ കുട്ടി പുറത്തെവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വന്നാൽ ഒക്കെ കണ്ണ് പെട്ടിട്ടുണ്ടാവും, കൊതി വിട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ മുത്തശ്ശിമാര് നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ, അല്ലെ? ഉപ്പ്, മുളക്, കടുക് ഒക്കെ കൂടി ഒരു ചിരട്ടയിലോ എന്തെങ്കിലും കുമ്പിളിലോ ഒക്കെ എടുത്തിട്ട് ആ കുട്ടിയെ സ്വകാര്യമായി ഇരുത്തിയിട്ട് കുട്ടിയുടെ ശരീരത്തിൽ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഒഴിയുക. എന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് അടുപ്പിലിടുക. അത് പൊട്ടുന്നതിനനുസരിച്ച്, ആ ഉപ്പും കടുകും മുളകും ഒക്കെ പൊട്ടുന്നതിനനുസരിച്ച് ഈ എന്താ പറയുക, കരിങ്കണ്ണന്മാരുടെ കണ്ണൊക്കെ പൊട്ടിപ്പോട്ടെ എന്നാ പറയുക. പല കണ്ണുകളുടെ പേരൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിമാരെ, അമ്മമാരൊക്കെ ജപിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്തെല്ലാമോ കണ്ണുകളുടെ പേര് പറഞ്ഞ് ആ കണ്ണൊക്കെ പൊട്ടിപ്പോട്ടെ എന്നാ പറയുന്നത്. അപ്പൊ ദോഷമുള്ള ദൃഷ്ടികളൊക്കെ ബാധിക്കാതിരിക്കട്ടെ, അതിനെ മുഴുവൻ ഒഴിഞ്ഞെടുക്കുകയാണ്. അപ്പൊ അത് ചെയ്യുന്നത് ഏറ്റവും എന്താ പറയുക, രക്തബന്ധമുള്ള അമ്മമാരൊക്കെയാണ് ചെയ്യുക. കാരണം അവർ ചെയ്യുന്നാലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ, ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാവുള്ളൂ. ഇവിടെ നോക്കൂ, ഗോപികമാരെ കുറിച്ച് പറഞ്ഞപ്പോ പ്രണയബദ്ധാഭിഹി. അപ്പൊ അമ്മമാരെ പോലെ തന്നെ പ്രണയം അവർക്കുണ്ട്. അമ്മമാരായി തുടങ്ങി ഈ ഗോപികമാരും, കുട്ടിയുടെ ഉണ്ണിക്കണ്ണന്റെ അമ്മമാരായി തുടങ്ങി. അങ്ങനെ അവരും പ്രണയത്തോടുകൂടെ ആ ബാലന് വേണ്ടി രക്ഷ ചെയ്തു. സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് അവരും പെരുമാറിയത് എന്നാണ് ഇവിടെ വരുന്നത്. അവരുടെ ഭാഗ്യം ഭഗവാന് അമ്മമാരായി തീരാൻ. അങ്ങനെ കൃതരക്ഷണം ആത്മജം മാതാ സ്തനം പായിത്വ. ആ ആത്മജന്, തന്റെ പുത്രന് മാതാവായ യശോദാദേവി സ്തനം പായിത്വ, സ്തന്യം പാനം ചെയ്യിപ്പിച്ചു. അതും അവിടെ പലരും പറഞ്ഞു, അല്ലെ? മുത്തശ്ശിമാരായിട്ടുള്ള അമ്മമാര്, അവിടെയുള്ള പ്രായമുള്ളവരൊക്കെ പറഞ്ഞു, അതെ, ഉണ്ണിക്ക് പാല് കൊടുക്കൂ. പാല് കൊടുത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, കുട്ടി ഭയപ്പെട്ടിട്ടില്ല, ഒരു ബാധയില്ല, നമുക്ക് സമാധാനിക്കാം, കുട്ടിക്ക് രോഗമൊന്നും വരില്ല എന്ന് സമാധാനിക്കാം, അല്ലേ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുക്കളും പട്ടിയും ഒക്കെ അടക്കം തന്നെ അങ്ങനെ തന്നെയാണ്. അതൊരു ഭക്ഷണവും വെള്ളമൊക്കെ മര്യാദയ്ക്ക് കഴിക്കണ്ടെങ്കിൽ അവർക്ക് രോഗമൊന്നുമില്ല. അപ്പോ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ വെള്ളമൊക്കെ നല്ലോണം കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ സകല ജീവികൾക്കും ആരോഗ്യം ഒരുവിധം കുഴപ്പമില്ല എന്നാണ് അർത്ഥം. അപ്പോ ആ ഒരു ടെക്നിക്ക് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. കുട്ടിക്ക് മുല കൊടുത്തു നോക്കൂ, പാല് കുടിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യശോദാദേവി ഉണ്ണിയെ മടിയിലിരുത്തി പാല് കൊടുത്തു. പാല് കൊടുത്തപ്പോൾ സുഖമായിട്ട് കുടിച്ചു. അമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട്, ഈ ഒരു കൂസലും ഇല്ലാതെ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടില് ഒരു ഭയവും കൂടാതെ ഉണ്ണി കുടിച്ചു. അങ്ങനെ കുടിച്ചപ്പോ മതിയായപ്പോ നിർത്തി. അങ്ങനെ സന്തോഷമായി. ഒരു മയക്കം വരുന്നത് പോലെ കുട്ടി ഭാവിച്ചപ്പോ സന്യവേശയത്, ആ കുട്ടി അവിടെ ഒരു പതുക്കെ ഒരു മെത്തയിൽ തന്നെ, മഞ്ചത്തിൽ തന്നെ കിടത്തി എന്നർത്ഥം. നല്ല മഞ്ചത്തിൽ കിടക്കുമ്പോഴാണ് പൂതന വന്ന് എടുത്തത്, കയ്യേറ്റം ചെയ്തത്, അല്ലെ? ഇപ്പോ തിരിച്ച് ഭഗവാനെ ആ മെത്തയിൽ തന്നെ കിടത്തി സ്വസ്ഥരായി, എല്ലാവർക്കും സമാധാനമായി. ഉണ്ണിക്ക് ദോഷമൊന്നുമില്ല,
കേടൊന്നുമില്ല, സൂക്കടൊന്നുമില്ല എന്ന് എല്ലാവരും സമാധാനിച്ചു. അപ്പൊ അതുവരെ എന്താ പറയുക, പൂതനാമോക്ഷം, ബാലരക്ഷ മുതലായിട്ടുള്ള ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി ഇതാ നന്ദഗോപരുടെയും ഗോപന്മാരുടെയും വരവാണ്. അവര് മധുരാപുരിയിൽ നിന്ന് വരുന്ന വഴിയിൽ തന്നെ ഈ ഭയങ്കരമായിട്ടുള്ള ദൃശ്യം കണ്ടുകൊണ്ടാണ് വരുന്നത്. താവന്നന്ദാദയോ ഗോപാ മധുരായ വ്രജംഗദാഃ വിലോക്യ പൂതനാദേഹം ബഭൂവുർ അതിവിസ്മിതാഃ. താവന്നന്ദാദയോ ഗോപാഃ മധുരായ വ്രജംഗദാഃ വിലോക്യ പൂതനാദേഹം ബഭൂവുർ അതിവിസ്മിതാഃ. താവത് ആ സമയത്ത്, അപ്പോൾ എന്നർത്ഥം. നന്ദാദയ ഗോപാഹ, നന്ദാദി ഗോപന്മാർ, നന്ദന്റെ കൂടെ മറ്റു പല ഗോപന്മാരും പല വണ്ടികളിലും സാമഗ്രികളുമായിട്ട് കംസന് കാഴ്ചവെക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ അകമ്പടിയോട് കൂടിയിട്ടാണ് രാജാവായ നന്ദൻ പോയിട്ടുള്ളത്. അവരെല്ലാം മധുരായ വ്രജംഗദാഹ, മധുരയിൽ നിന്ന് വ്രജത്തിലേക്ക് വന്നു ചേർന്നു. വ്രജം അഗദാഹ, വ്രജത്തിലേക്ക് വന്നു ചേർന്നു. എന്നിട്ടോ അവരിതാ അവിടെ ഗൃഹത്തിനടുത്തെത്താറാവുമ്പോഴാണ് വലിയൊരു പർവ്വതം കിടക്കുന്നത് കാണുന്നത്. അതാണ് വിലോക്യ പൂതനാദേഹം ബഭൂവു അതിവിസ്മിതാഃ. ആ പൂതനാദേഹം വിലോക്യ, പൂതനയുടെ ആ ബൃഹത്തായ ശരീരം കണ്ടിട്ട് അതിവിസ്മിതാഃ ബഭൂവു, ആശ്ചര്യപ്പെട്ടവരായി ഭവിച്ചു. കാരണം പോകുമ്പോ ഇല്ല ഇങ്ങനൊരു സംഭവം. ഈ ബൃഹദ്വനം എന്നുള്ള ഈ ഗോകുലത്തില് പോകുമ്പോ ഇത്രയും വലിയൊരു പാറ കഷ്ണമോ അല്ലെങ്കിൽ വലിയൊരു പർവ്വത കഷ്ണമോ ഇല്ല വഴിയില്. ഇപ്പൊ വരുന്ന വഴിയിലാണ് അവർ കാണുന്നത് അവിടെ ആകെ കൂടി ഒരു ലാൻഡ് സ്ലൈഡ് സംഭവിച്ച പോലെ ഉണ്ട് അല്ലേ. നമ്മള് ഹിമാലയത്തിലൊക്കെ പോകുന്ന, റെഗുലറായിട്ട് പോകുന്നവർക്ക് കാണാം, മലകളുടെ മുകളിൽ വലിയ 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 പാറക്കെട്ടുകൾ ഇങ്ങനെ ഉരുണ്ട് പരണ്ട് വരുമ്പോൾ അതിന്റെ വഴിയിലുള്ള എല്ലാം ഇടിച്ച് പൊളിച്ച് തകർത്ത്, മരങ്ങളെയൊക്കെ തകർത്ത്, കെട്ടിടങ്ങളൊക്കെ തകർത്തുകൊണ്ട് വരുന്ന വരവ് അതുപോലെയാണ് ഇവിടെ കിടക്കുന്നത്, ആകെ അലങ്കോലമായിട്ട്. അപ്പൊ ഒരു എന്താ പറയുക, പർവ്വതം ഇടിഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുന്ന ഈ കാഴ്ച കണ്ട് അതിവിസ്മിതാഹ ബഭൂവു, അത്യാശ്ചര്യപ്പെട്ടവരായി. ഇതെന്താ അത്, നമ്മൾ പോകുമ്പോ ഇല്ലാത്തത്, എവിടുന്നാ വന്നത്? അവിടെ ഒന്നും പർവ്വതങ്ങളും ഇല്ല ഇടിഞ്ഞു വീഴാനായിട്ട്. ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്നത് കുറെ വൃന്ദാവനത്തിലാ കിടക്കണം. ഇവിടുന്ന് 10-15 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ ഈ ഭാഗത്ത് എന്താ പറയുക, ഇപ്പോഴത്തെ നന്ദകാവിന്റെ അടുത്തതൊന്നും ഇല്ല, ബൃഹദ്വനത്തിൽ അതൊന്നും ഇല്ല എന്ന് പറയാം. അപ്പൊ എന്തായാലും ഇതിപ്പോ എവിടുന്ന് വന്നു? ആകാശത്തുനിന്ന് വന്ന് പതിച്ച വല്ല ഉൽക്കയാണോ, അല്ലെ വല്ല ധൂമകേതുക്കൾ വന്ന് പതിച്ചതാണോ, മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വന്ന് വീണ വല്ല ജന്തുക്കളാണോ, അങ്ങനെയൊക്കെ സംശയിക്കാം. എന്തായാലും അതിവിസ്മിതാഹ ബഭൂവു. എന്നിട്ട് ആ നന്ദഗോപര് ഉള്ളില് ചിന്തിക്കുകയാണ് ആ വസുദേവർ പറഞ്ഞതിനെ കുറിച്ച്. നൂനം പദർഷി സഞ്ജാതോ യോഗേശോ വാസമാസസഃ സ്വയേവ ദൃഷ്ടോ ഹ്യുത്പാദോ യഥാഹ ആനകദുന്ദുഭിഃ. നൂനം പദർഷി സഞ്ജാതോ യോഗേശോ വാസമാസസഃ സ്വയേവ ദൃഷ്ടോ ഹ്യുത്പാദോ യഥാഹ ആനകദുന്ദുഭിഃ. നൂനം ബദ ഋഷിഃ സഞ്ജാതഃ. ആരെക്കുറിച്ചാ? വസുദേവ. ആനകദുന്ദുഭി എന്ന് പറയുന്നുണ്ട്. ആനകദുന്ദുഭി എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ ആ എന്താ പറയുക മഹത്വത്തെ സൂചിപ്പിക്കുന്ന നാമമാണ്. അദ്ദേഹം ജനിക്കുമ്പോ തന്നെ ദേവന്മാര് ആനകദുന്ദുഭി വാദ്യങ്ങൾ ഘോഷിച്ചു. അപ്പൊ എത്ര ധന്യാത്മാവാണ്, പുണ്യാത്മാവാണ്. അങ്ങനെയുള്ള അദ്ദേഹം തീർച്ചയായിട്ടും നൂനം, തീർച്ചയായിട്ടും ആ വസുദേവൻ സഹ ഋഷിഃ സഞ്ജാതഃ ബദ, ഋഷിയായി ഭവിച്ചിരിക്കുന്നു. അദ്ദേഹം ഋഷി തന്നെയാണ്. ഇപ്പൊ അദ്ദേഹം മുൻകൂട്ടി ദീർഘദർശിത്വത്തോടുകൂടി ഈ കാര്യം പറഞ്ഞതിലൂടെ ആപത്ത് വരാനിരിക്കുന്നു ഗോകുലത്തില്, സന്ധ്യുൽപാദാശ്ച ഗോകുലേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോ തീർച്ചയായിട്ടും മുൻകൂട്ടി പ്രവചിച്ച അദ്ദേഹം വലിയൊരു ഋഷി തന്നെയാണ്. ഇനി യോഗേശ സമാസ, യോഗേശനായിട്ടും അദ്ദേഹം സംഭവിച്ചു. അദ്ദേഹം യോഗേശ്വരനാണ്. യോഗേശ്വരൻ എന്ന് പറഞ്ഞാൽ പല സിദ്ധികളുള്ള മഹാത്മാക്കൾ, യോഗം കൊണ്ട് പല സിദ്ധികളും ആർജിച്ചതായിട്ടുള്ള മഹാത്മാക്കളുടെ കൂട്ടത്തില് ഇദ്ദേഹം ഒരു സിദ്ധനാണ് എന്നും കൂടി ആ നന്ദഗോപർക്കുള്ളില് ബഹുമാനം ഉണ്ടായി. കൂടെ ഉള്ളവരോടും പറഞ്ഞിരുന്നു, അവർക്കും ഒക്കെ ഉള്ളിൽ തോന്നി. അവർ തമ്മിലും പറഞ്ഞു കാണും,
നോക്കൂ, ആ വസുദേവര് പറഞ്ഞത് സത്യമായില്ലേ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞും കാണും. അങ്ങനെ യോഗേശ്വരനെ പോലെ ഒരു സിദ്ധനെ പോലെ ഭവിച്ചു. സയേവ ദൃഷ്ടോഹി ഉൽപാദോ, അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഉൽപാദം സംഭവിക്കുന്നത്, ഈ ആപത്ത് വരുന്നത് കണ്ടിരിക്കുന്നു. ദൃഷ്ട യത് ആഹാ ആനഗദുന്ദുഭി, നമ്മളോട് പറഞ്ഞില്ലേ ആ വസുദേവര് ആനഗദുന്ദുഭി, യത് ആഹാ യതൊന്ന് പറഞ്ഞുവോ, തീർച്ചയായിട്ടും അദ്ദേഹം അത് അവിടുന്ന് തന്നെ കണ്ടിരിക്കണു. അപ്പോ പരോക്ഷമായിരിക്കുന്ന കാര്യത്തെ കാണാൻ കഴിവുള്ള ഒരു സിദ്ധനാണ്, ഒരു മഹായോഗീശ്വരനാണ് അദ്ദേഹം, ഒരു ഋഷി തുല്യനാണ്, സംശയമില്ല എന്ന് ആ വസുദേവനോടുള്ള ആദരവ് കൂടി, സ്നേഹവും ബഹുമാനവും കൂടി. അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കളേവരം പരശുഭിശ്ചിത്വാ തത്തേ വ്രജൗകസഃ ദൂരേ ക്ഷിപ്ത്വാ വയവശോ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം. കളേവരം പരശുഭിശ്ചിത്വാ തത്തേ വ്രജൗകസഃ ദൂരേ ക്ഷിപ്ത്വാ വയവശോ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം. ഇപ്പോ വരുന്ന വഴിയിൽ എത്രയോ ദൂരെയാണത് ഇത് കിടക്കുന്നത്. അപ്പൊ അത്രയും ദൂരത്തേക്ക് ഈ ശരീരം എത്തിയിരിക്കുന്നു എന്നർത്ഥം. എന്തായാലും ആദ്യം ആ പണിയാണ് കഴിക്കുന്നത്. ഈ അമംഗളമായിട്ടുള്ള ഈ വസ്തുവിനെ ഇവിടുന്ന് നീക്കണം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആകുന്ന മട്ടില് ഉടനെ തന്നെ അദ്ദേഹം ആജ്ഞാപിച്ചു തന്റെ ഗോപന്മാരോട്, ഇതെല്ലാരും കൂടി ഇതാ ഈ ശരീരത്തെ, ഈ വലിയ സാധനത്തെ ഇവിടുന്ന് കൊണ്ടുപോകൂ, നശിപ്പിക്കൂ, അതിനെ കത്തിച്ചു കളയൂ എന്ന്. നല്ലോണം അടുത്ത് വന്ന് നോക്കിയപ്പോ കാര്യം മനസ്സിലായിട്ടില്ല. ഇതൊരു രാക്ഷസിയാണ്, ഇതൊരു എന്താ പറയുക ശരീരമാണ്, അവയവങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ശരീരമാണ്, ഒരു സ്ത്രീ ശരീരമാണ് എന്നൊക്കെ മനസ്സിലായിട്ടുള്ള ഒരു രാക്ഷസ സ്ത്രീയാണ്, ഭയങ്കരി എന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് വേഗം അതിനെ നശിപ്പിക്കാനായിട്ട്, അതിനെ ദഹിപ്പിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. അങ്ങനെ കളയവരം, ഈ പൂതനയുടെ ശരീരത്തെ പരശുഭി ചിത്വാ, മഴുകൾ കൊണ്ടുവന്നു. വിറക് വെട്ടും പോലെ, വലിയ മരക്കഷ്ണങ്ങൾ വെട്ടും പോലെ കയ്യും കാലും വിരലുകളും ഒക്കെ വെട്ടാൻ, അല്ലേ? വലിയ ഒരു വൃക്ഷം വീണ് കിടക്കുമ്പോൾ അതിന്റെ ശാഖകളെയൊക്കെ എങ്ങനെയാണോ പരശുക്കളെ കൊണ്ട് വെട്ടുക, അതുപോലെ ഓരോരുത്തർ ഓരോ ഭാഗം വെട്ടാൻ തുടങ്ങി. വലിയ ശരീരമായതുകൊണ്ട് പലർക്കും പല ഭാഗത്തു നിന്നും വെട്ടിയെടുക്കാം. അങ്ങനെ അതാണ് പരശുഭി എന്ന് ബഹുവചനത്തിൽ പറഞ്ഞ അനേകം അഴുക്കൾ കൊണ്ടുവന്ന് ചിത്വാ ആ വ്രജൗകസഹത്തെ, ആ വ്രജവാസികളായ ഗോപന്മാരായിട്ടുള്ളവര്, അതിൽ നല്ല ശൂര പരാക്രമമുള്ളതായിട്ടുള്ള കുറച്ച് വീരന്മാരായിട്ടുള്ള ആളുകള്, അവരെ അവയവശഃ ചിത്വ, അതിനെ അവയവശമായിട്ട് ഓരോരോ അവയവം വേറെ 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 മുറിച്ചെടുത്തിട്ട്, കാരണം താങ്ങാൻ പറ്റില്ല, JCB ഒന്നുമില്ല, ക്രെയിനുകളൊന്നുമില്ല, ഇവര് തന്നെ കൂട്ടം കൂട്ടമായിട്ട് ചുമക്കണം. അപ്പൊ എന്തായാലും കെട്ടിവലിക്കുക ഒക്കെ ചെയ്യണം. അത്രയും വലിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് അവയവങ്ങൾ ഓരോന്നും വേറെ വേറെയായിട്ട് ഛേദിച്ച് ദൂരേ ക്ഷിപ്ത്വ, വളരെ ദൂരെ കൊണ്ടുപോയിട്ട് കാഷ്ഠധിഷ്ഠിതം ന്യദഹന്, ഇവള് തന്നെ കുറെ മരം മറിച്ചിട്ടിട്ടുണ്ട്, അല്ലെ? ആ വൃക്ഷങ്ങളൊക്കെ വെട്ടിയെടുത്താൽ തന്നെ വിറകായി ധാരാളം. അപ്പൊ അങ്ങനെ കാഷ്ഠധിഷ്ഠിതം, ആ വിറകിന്റെ മുകളിൽ വെച്ചിട്ട്, വിറകിനെ അതിന്റെ മുകളിലും വെച്ചിട്ട്, എന്ന് വെച്ചാൽ ചിത കൂട്ടുന്ന പോലെ കൂട്ടിയിട്ട് പല ഭാഗത്തായിട്ട്, ഒറ്റ ഭാഗത്ത് പറ്റില്ല, കൊള്ളില്ല. അപ്പൊ കഷ്ണം കഷ്ണമായിട്ട് പല ഭാഗത്തായിട്ട് ദഹിപ്പിച്ചു എന്നർത്ഥം, അല്ലെ? ഒരു ചെറിയൊരു ചുടുകാട് പോലെയായി എന്നർത്ഥം. നമ്മള് ഈ ഇവിടെയൊക്കെ പാലക്കാട് ഐവർ മഠം എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. പാണ്ഡവന്മാര് വന്ന് കർമ്മം ചെയ്തിട്ടുള്ള സ്ഥലമാണെന്ന് പറയും. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുവല്ലോമല, പാമ്പാടി, ഐവർ മഠം. അപ്പൊ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ശ്മശാനങ്ങളുണ്ട്. ഒരേ സമയത്ത് 10-30 ദേഹങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓരോ ഭാഗത്തായിട്ട്. അത്രയും കുണ്ടങ്ങൾ അവിടെയുണ്ട്. വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ ചെലവിൽ അവരെ കാര്യം സാധിക്കുന്ന എക്സ്പേർട്സ് ആണ് അവിടെ. അപ്പോ അതുപോലെയുള്ള സ്ഥലങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരേ സമയത്ത് 10-30 പേരെ ദഹിപ്പിക്കുന്നുണ്ടാവും. അതുപോലെ ഇവിടെ, അല്ലേ, തള്ളവിരലിവിടെ, ചൂണ്ടുവിരലിവിടെ, നടുവിരലിവിടെ, മോതിരവിരലിവിടെ എന്ന് പറഞ്ഞ ഓരോ ഭാഗത്തും ഓരോ വലിയ വലിയ ശരീരം കിടക്കും പോലെ കിടന്ന് അവിടെയൊക്കെ വിറക് കൊണ്ടുവച്ച് അതിനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് പല ഭാഗത്തായിട്ട് എല്ലാവരും കൂടി ദഹിപ്പിച്ചു, ശുദ്ധി ചെയ്തു എന്നർത്ഥം. കളേവരം പരശുഭിശ്ചിത്വാ തത്തേ വ്രജൗകസഃ ദൂരേ ക്ഷിപ്ത്വാ വയവശോ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം. ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ചാഗരു സൗരഭഃ ഉത്ഥിത കൃഷ്ണ നിർഭുക്ത സപദ്യാഹത പാപ്മനഃ. ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ചാഗരു സൗരഭഃ
ഉത്ഥിത കൃഷ്ണ നിർഭുക്ത സപതി ആഹത പാത്മനഃ. അവിടെ നടന്ന മറ്റൊരു അത്ഭുതം. ശരിക്കും ഇതുപോലൊരു രാക്ഷസിയുടെ ശരീരം അവിടെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം കൊണ്ട് ശ്വാസം മുട്ടേണ്ടതാണ്, നിൽക്കപ്പൊറുതിയില്ലാതാവേണ്ടതാണ്. എത്ര വലിയ ശരീരം, അതിന്റെ മുഴുവൻ ഗന്ധം എല്ലാവരെയും അവിടുന്ന് ഭയപ്പെടുത്തി ഓടിക്കുന്നതാണ്, ശവഗന്ധം അല്ലേ. എന്നാൽ ഇതൊരു അത്ഭുതമായി എന്നർത്ഥം. ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ച അഗരു സൗരഭ. അവളുടെ ശരീരം, ദേഹം ദഹ്യമാനസ്യ ദഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടായ ധൂമം, ആ പുകയ്ക്ക് അഗരു സൗരഭ. അഗരു എന്ന് പറഞ്ഞാൽ അഖില്. ഇപ്പൊ നല്ല അഖിലിന്റെ സൗരഭം എന്ന് പറയാം, അഗരു സൗരഭ. ചന്ദനം പോലെയുള്ളതായിട്ടുള്ള മറ്റൊരു മരമാണ് അഖില്, ചുവന്ന അഖില്. അതിന്റെ എന്താ പറയാ, ചീളുകള് സാമ്പ്രാണി പോലെ കത്തിക്കാവുന്നതാണ്, സാമ്പ്രാണി പോലെ ഇങ്ങനെ പുകയുന്നതാണ്. അപ്പൊ എന്തായാലും ആ അഗരുവിന്റെ സൗരഭം. ദഹ്യമാനസ്യ ദേഹസ്യ ധൂമഃ അഗരു സൗരഭ. എന്താ കാരണം? കൃഷ്ണ നിർഭുക്ത സപതി ആഹത പാപ്മനഃ. ആ അവളുടെ പാപങ്ങളെ മുഴുവൻ ആഹനിച്ചിരുന്നു, നശിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട്? കൃഷ്ണ നിർഭുക്ത സപദ്യാഹത പാപ്മനഃ. കൃഷ്ണൻ നല്ലതുപോലെ ഭുജിച്ചു. അവളുടെ പ്രാണൻ ഭുജിച്ചതോടുകൂടെ അവളുടെ പാപത്തെയും ഭഗവാൻ വലിച്ചെടുത്തിരുന്നു. അവളെ ശുദ്ധീകരിക്കുന്ന പരിപാടിയാണ് ഭഗവാൻ ചെയ്തത്. അവളുടെ എല്ലാ വാസനകളെയും എല്ലാ പാപങ്ങളെയും ഭഗവാൻ നിർഭുക്തം നന്നായി ഭുജിച്ചു. അങ്ങനെ സപതി ഉടനെ തന്നെ ആഹത പാപ്മനഃ, നശിച്ച പാപങ്ങളോടുകൂടിയവളായ അവളുടെ ആ ദേഹത്തിൽ നിന്ന് ദേഹസ്യ ദഹ്യമാനസ്യ ഉത്ഥിതഃ ധൂമഃ അഗരു സൗരഭഃ അഭവത്. അവളുടെ ധൂമത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത പൊങ്ങി വന്നതായിട്ടുള്ള സൗരഭം അത് അഗരുവിൻ്റെതായിരുന്നു, അഖിലിന്റെ സുഗന്ധമായിരുന്നു എന്നർത്ഥം. അപ്പോ പൂതനയായി വന്നവൾ ഇപ്പതാ ഭഗവാനാൽ പൂതയാക്കപ്പെട്ടു എന്ന് കാണിക്കുകയാണ്. അവള് ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ പോലും ഭഗവാന്റെ ആ ഒരു ഈ കൃഷ്ണാവതാരത്തിന്റെ മഹിമയാണ് തന്റെ അടുത്തേക്ക് ആര് വന്നാലും എന്തുദ്ദേശത്തോടെ വന്നാലും അവർക്കൊക്കെ മോക്ഷം കൊടുക്കുക, അനുഗ്രഹിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ഉദ്ഘാടനം തുടങ്ങി അല്ലെ. ഭഗവാൻ ഗണപതിക്ക് വെച്ചു തന്റെ എന്താ പറയാ, എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന ഈ ഒരു അവതാരത്തിന്റെ ആദ്യത്തെ കർമ്മം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ദാ ഞാൻ വന്നിട്ടുണ്ട്, എന്നെ ആശ്രയിച്ചോളൂ. ഏത് ഭാവത്തിൽ എന്നെ ആശ്രയിച്ചാലും ഞാൻ എല്ലാവർക്കും ആ ഗതി നൽകുന്നതാണ്, മോക്ഷം നൽകുന്നതാണ്. എന്റെ അടുത്തേക്ക് വരൂ, എന്റെ അടുത്തേക്ക് വരൂ എന്ന് ഭഗവാൻ വിളിക്കുന്നത് പോലെ തോന്നുന്നു. ഈ ഒരു ഒറ്റ കർമ്മം മതി. അതുകൊണ്ടാണ് ഈ പൂതനാമോക്ഷം കേൾക്കുന്നവർക്ക് ഭഗവാനിൽ രതി ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇത് കേട്ടാ പോരെ, ഇത് കണ്ടാ പോരെ. ഇത്രയും ദുഷ്ടയായിട്ടുള്ള ഇവൾക്ക് പോലും എന്തൊരു ദുർഗന്ധം വരേണ്ട ശരീരമാണ്. അതിൽ നിന്നാണ് ഈ അഗരുവിന്റെ സൗരഭ്യം വരുന്നത്. അത് ഭഗവാൻ അവളുടെ പാപങ്ങളെ മുഴുവൻ നശിപ്പിച്ചു എന്നുള്ളതാണ്. അവളുടെ വാസനകളെ മുഴുവൻ ക്ഷയിപ്പിച്ചു. അപ്പൊ ആരാണോ ഭഗവാനെ ഏത് രീതിയിലാണോ ആശ്രയിക്കുന്നത് എന്ന് പ്രശ്നമല്ല. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങളെല്ലാം നശിച്ചു പോകും. തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേ എന്ന് സപ്തമസ്കന്ധത്തില് നാരദര് യുധിഷ്ഠിരനോട് പറയുന്നത് കേട്ടത് ഓർമ്മയുണ്ടല്ലോ. ആ ഹിരണ്യകശിപു അല്ലെ ഭഗവാനെ ദേഷ്യത്തോടുകൂടി, അത് തന്നെയാണ് ശിശുപാലന്റെ തുടർച്ച. ആ ശിശുപാലൻ ഭഗവാനെ എത്ര ദേഷ്യത്തോടുകൂടി ദ്വേഷഭാവത്തോടെ എത്ര ചീത്ത വിളിച്ചു, എന്നിട്ടും ഭഗവാൻ ആ ശിശുപാലന് ഗതി കൊടുക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു എല്ലാവരും. അപ്പോഴാണ് പറഞ്ഞത്, ഏത് പ്രകാരത്തിലാണെങ്കിലും ഭഗവാനിൽ മനസ്സുറപ്പിക്കുക. അത് ഭഗവാനോട് ദ്വേഷമോ ഭയമോ കാമമോ അല്ലെ ഏത് വാത്സല്യമോ ഏത് തരത്തിലുള്ള ഭാവവുമാകാം, മനസ്സിൽ ഭഗവാൻ നിറഞ്ഞിരിക്കട്ടെ. അപ്പൊ അങ്ങനെ ദുർഗന്ധം ഇല്ലാതെ നല്ല സുഗന്ധം പൊങ്ങി വന്നു. ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ച അഗരു സൗരഭഃ ഉത്ഥിതഃ കൃഷ്ണ നിർഭുക്ത സപദ്യാഹത പാപ്മനഃ. പൂതനാലോകബാലഘ്നീ രാക്ഷസീരുധിരാശന ജിഗാംസയാ വിഹരയേ സ്തനം ദത്വാപസദ്ഗതിം.
പൂതനാ ലോകബാലഘ്നീ രാക്ഷസീ രുതിരാശന ജിഗാംസയാ വിഹരയേ സ്തനം ദത്വാപസദ്ഗതിം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ബ്രഹ്മർഷി ആ പൂതനയുടെ ഗതിയെക്കുറിച്ച് പറയണ. ആ ദേവി പൂതന സദ്ഗതിം ആപ, സദ്ഗതിയെ പ്രാപിച്ചു. എങ്ങനെയാ വന്നത്? പൂതന അവൾ വൃത്തികെട്ടവളാണ്, മലിനയാണ്, ദുഷ്ടവാസനയോടുകൂടിയവളാണ്, ഭഗവാനെ കൊല്ലാൻ വേണ്ടി വന്നവളാണ്. ലോകബാലഗ്നി, ലോകത്തിലുള്ള ബാലന്മാരെ മുഴുവൻ ഹനിക്കുന്നവളായിരുന്നു. എത്രയോ കുട്ടികളെ കൊന്നു കഴിഞ്ഞു. ഇനിയും കുട്ടികളെ കൊല്ലാനുള്ള ഉദ്ദേശമായിരുന്നു അവൾ ജീവിച്ചിരുന്നുവെങ്കിൽ. അങ്ങനെയുള്ള രാക്ഷസി, ആ ക്രൂരയായിട്ടുള്ളവൾ, രുധിരാശന, ചോര കുടിക്കുന്നവൾ. ചോരയാണ് അവളുടെ അശനം, രുധിരമാണ് അവൾക്ക് അശനം. അങ്ങനെയുള്ളവൾ ജിഗാംസയാ അപി, ജിഗാംസ ഹന്തുമിച്ച, കൊല്ലാനുള്ള ഇച്ഛയോടുകൂടി ഹരയേ സ്തനം ദത്വ, ആ ഹരിക്കായിക്കൊണ്ട്, ഭഗവാനായിക്കൊണ്ട്, എല്ലാവരുടെയും പാപങ്ങളെ ഹരിക്കുന്ന ഭഗവാനാണ് അവള് സ്തനത്തെ കൊടുത്തത്, അവള് മുല കൊടുത്തത്. അമ്മയെ പോലെ അല്ലെ, അമ്മമാരാണ് ഉണ്ണികൾക്ക് മുല കൊടുക്കുക. ഇവളും മാതൃഭാവത്തിലാണ് കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോ അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും ജിഗാംസയാഭി ഹരയേ സ്തനം ദത്വ ആപ സദ്ഗതിം, സദ്ഗതിം ആപ എന്ന് അവൾക്ക് കിട്ടിയ ഗതിയെക്കുറിച്ച് ശ്രീശുക ബ്രഹ്മർഷി പറയണം. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ എന്ന് ഇടയിൽ കൂടെ ശ്രീശുക ബ്രഹ്മർഷി നമ്മളോടൊക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ളവൾക്ക് ഈ ഗതി കൊടുത്തുവെങ്കിൽ ഭഗവാനെ ശരിക്കും സ്നേഹിക്കുന്ന ഭഗവാന്റെ അമ്മമാർക്ക്, അതുപോലെ അമ്മമാരെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഗോപികമാർക്ക്, അതുപോലെ ആ ഭഗവാനെ സ്നേഹിക്കുന്ന പശുക്കള്, അവർക്കൊക്കെ എന്ത് ഗതിയായിരിക്കും ഭഗവാൻ കൊടുക്കുക? തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഒട്ടും കുറവായിരിക്കില്ല, കൂടിയതേയാവും. അപ്പോ ഭഗവാനെ ഭക്തിപൂർവം വിവിധങ്ങളായ ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച്, വിവിധ നിവേദ്യങ്ങൾ, വിവിധ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഒക്കെ ചാർത്തി, പലതരത്തിലുള്ള ഉപചാരങ്ങളോടുകൂടി പൂജിക്കുന്നവരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഭഗവാൻ എന്ത് കൊടുക്കും? തീർച്ചയായിട്ടും പൂതനയേക്കാൾ ഉന്നതമായ അവസ്ഥ തന്നെ കൊടുക്കുക. അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണുള്ള ശ്രീശുക ബ്രഹ്മർഷി. ഇനി ഒരു 4-5 ശ്ലോകങ്ങളിലൂടെ, 6 ശ്ലോകങ്ങളാണ്. കിം പുനഃശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിം नु രക്താസ്തന്മാതരോ യഥാ. കിം പുനഃശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിം नु രക്താസ്തന്മാതരോ യഥാ. അപ്പോ കിം പുനഃ എന്ന് ചോദിക്കുകയാണ്. കൈമുദ്രിക ന്യായം. കിം പുനഃ, പുനഃ വക്തവ്യം കിം, പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഇത്രയും ഘോരയായ, ക്രൂരയായ ഏതൊരു പൂതനയുടെ പേര് കേട്ടാൽ തന്നെ നമ്മളൊക്കെ ഭയപ്പെടുമോ? അങ്ങനെയുള്ള ഭയങ്കരിക്ക് പോലും ഇത്രയും സദ്ഗതി കൊടുത്തുവെങ്കിൽ കിം പുനഃ, പിന്നെ പറയണോ? ആരുടെ കാര്യം? ശ്രദ്ധയാ ഭക്തിയാ, ശ്രദ്ധയോടുകൂടി, നല്ല വിശ്വാസത്തോടെ, നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞതും പൂർവീകർ അനുഷ്ഠിച്ചതും ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നതും എല്ലാം സത്യമാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടെ, ഭക്തിയ പരമപ്രേമത്തോടുകൂടെ, ആ പരമാത്മനെ കൃഷ്ണായ, ഈ ലോകത്തിന്റെ മുഴുവൻ ആത്മാവായിരിക്കുന്ന കൃഷ്ണനായിക്കൊണ്ട്, ആ കൃഷ്ണന് ഏതെങ്കിലും ഒരു രൂപം കൽപ്പിച്ചുകൊണ്ട്, ഭഗവാൻ പരമാത്മാവാന്ന് അറിയാം എങ്കിലും നമ്മൾ പൂജിക്കുന്നതൊക്കെ ഒരു കൃഷ്ണഭാവത്തിലാണ്, ഏതെങ്കിലും ഒരു വിഗ്രഹാദി രൂപത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആ കൃഷ്ണനായിക്കൊണ്ട് രക്താഹ തന്മാതരഹ യഥാ, രക്താഹ എന്ന് പറഞ്ഞാൽ അനുരക്താഹ, പ്രേമമുള്ളവരായിക്കൊണ്ട്, തന്മാതരഹ യഥാ, ആ കൃഷ്ണന്റെ മാതാക്കൾ എന്ന പോലെ, യശോദയെ പോലെ, രോഹിണിയെ പോലെ മറ്റു ഗോപികമാരും തന്മാതരഹ പ്രിയതമം യച്ഛന് കിം नु കിം പുനഃ. പ്രിയതമം യച്ഛന്, അവർക്ക് പ്രിയപ്പെട്ടതിനെയൊക്കെ ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട് അവര്. അങ്ങനെ പ്രിയതമമായതിനെ എല്ലാം നൽകിയവരായിട്ടുള്ള, നമ്മള് രാസക്രീഡാഭാവത്തില് അവിടെ ഗോപികാ ഗീതത്തിൽ അവർ തന്നെ പറയേണ്ട, എല്ലാം ഞങ്ങള് ഉപേക്ഷിച്ചുകൊണ്ടാണ് അങ്ങേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നത് അല്ലേ?
എല്ലാം വെടിഞ്ഞ് എല്ലാവരെയും ഉപേക്ഷിച്ച്, ഗൃഹബാന്ധവാദികളെയൊക്കെ ഉപേക്ഷിച്ച്, സ്വജനങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളിതാ അങ്ങയുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു, ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രിയതമം യച്ഛന്, പ്രിയപ്പെട്ടതിനെ നൽകുന്നതായിട്ടുള്ള ഒരാൾക്ക് കിംനു എന്തു തന്നെ ലഭിക്കില്ല, എന്തു തന്നെ കൊടുക്കില്ല ഭഗവാൻ. അത് കിം പുനഃ പറയേണ്ടതുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കണം, അല്ലെങ്കിൽ ശ്രീശുഖ ബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിക്കണം. അത് നമ്മളോടുള്ള ചോദ്യം കൂടിയാണ്, ചിന്തിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും ആ ഗോപികമാർക്കും ഭഗവാൻ അമ്മമാർക്കും അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള പദവി പ്രത്യേകമായിട്ട് പരിഗണിച്ചു വെച്ചിട്ടുണ്ട്, റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട്. അവർക്ക് ഭഗവാന് തുല്യമായിട്ടുള്ള സ്ഥാനം തന്നെ ഭഗവാൻ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈഃ അംഗം യസ്യാ സമാക്രമ്യ ഭഗവാൻ അപിപത്സ്തനം യാതുധാന്യഭിസാ സ്വർഗമവാപ ജനനീഗതിം കൃഷ്ണഭുക്തസ്തനക്ഷീരാഃ കിമു ഗാവോനു മാതരഃ. പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈഃ അംഗം യസ്യാ സമാക്രമ്യ ഭഗവാൻ അപിപത്സ്തനം യാതുധാന്യഭിസാ സ്വർഗം അവാപ ജനനീഗതിം കൃഷ്ണഭുക്തസ്തനക്ഷീരാ കിമു ഗാവോനു മാതരഃ. ഭഗവാൻ ഈ പൂതന തന്നെ കൊല്ലാനായിട്ട് വന്ന് മടിയിൽ വെച്ചപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ പാദങ്ങളെ കൊണ്ട് സ്പർശിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ പൂതനയെ. എങ്ങനെയുള്ളതാണ് ആ ഭഗവാന്റെ പാദം? അതാണ് ഭക്തഹൃദിസ്ഥാഭ്യാം ലോകവന്ദിതൈഃ വന്ദ്യാഭ്യാം പദ്ഭ്യാം. പദ്ഭ്യാം ഭഗവാന്റെ രണ്ട് പാദങ്ങളെ കൊണ്ടും, അത് ലോകവന്ദിതൈഃ വന്ദ്യാഭ്യാം, ലോകത്താൽ വന്ദിക്കപ്പെടുന്നവരാൽ പോലും വന്ദിക്കപ്പെടുന്നതാണ് ഭഗവാന്റെ പാദങ്ങൾ. അല്ലേ? യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈ സ്തവൈഃ. അതുപോലെ യോഗീന്ദ്രാണാം ത്വതംഗേഷു അധിക സുമധുരം മുക്തിബാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരു കിസലയം. അങ്ങനെയുള്ള ഭഗവാന്റെ പദ്ഭ്യാം, അതാണ് ലോകവന്ദിതൈഃ, മഹാദേവനും ബ്രഹ്മദേവനും ഇന്ദ്രാദികളും എല്ലാവരും വന്ദിക്കുന്ന പാദമാണ് ഭഗവാന്റെ പാദങ്ങൾ. അങ്ങനെയുള്ള വന്ദ്യാഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യം, ഭക്തന്മാരുടെയൊക്കെ ഹൃദയത്തിൽ അവർ വെച്ച് പൂജിക്കുന്നതാണ് ഭഗവാന്റെ പാദം. അവരൊക്കെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങയുടെ പാദസ്മരണ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണേ, അങ്ങയുടെ പാദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും അനുഗ്രഹിക്കണേ എന്ന് മാത്രമാണ് ഭക്തന്മാരുടെ പ്രാർത്ഥന. അങ്ങനെ വളരെ ശ്രേഷ്ഠന്മാരായ ഭക്തന്മാർക്ക് പോലും സുലഭമല്ലാത്ത, ദുർലഭമായിട്ടുള്ളതാണ് ഭഗവാന്റെ പാദം. അവരുടെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ പോലും ദുർലഭമായി കിട്ടുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ പദ്ഭ്യാം യസ്യാഹ അംഗം സമാക്രമ്യ ഭഗവാൻ സ്തനമപിപത്. യസ്യാഹ അംഗം സമാക്രമ്യ, ഏതൊരു പൂതനയുടെ അംഗം, ശരീരത്തെ സമാക്രമ്യ, കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് സ്പർശിച്ചുകൊണ്ട് അവളുടെ എന്താ പറയുക, സ്തനത്തെ പാനം ചെയ്തു. സ്തനം അപിപത്. അപ്പൊ ഭഗവാൻ അവളുടെ എന്താ പറയുക, പാല് കുടിക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദം കൊണ്ട് പല പ്രാവശ്യം അവളെ ചവിട്ടിയിട്ടുണ്ട്. അത് അവളെ പവിത്രീകരിക്കണം. ഓരോ സ്പർശവും അവളുടെ എല്ലാ പാപങ്ങളെയും തട്ടിക്കളയുകയാണ്, കഴുകിക്കളയുകയാണ്. ഭഗവാന്റെ പാദത്തിലെ ധൂളികളാണ് ഗംഗയെ പവിത്രമാക്കുന്നത്. അല്ലേ? ബ്രഹ്മദേവന്റെ കമണ്ഡലു ജലത്തിന് ഇത്രയും മാഹാത്മ്യം കൊടുത്തത് ഭഗവാന്റെ പാദധൂളികൾ അതിൽ സ്പർശിച്ചത് കൊണ്ടാണ്. അപ്പൊ തീർത്ഥപാദനായ ഭഗവാന്റെ കാല് കുടയുമ്പോ അതിലുള്ള പാദധൂളികൾ മതി ഇവളെ ശുദ്ധീകരിക്കാനായിട്ട്, പൂതനയെ പൂതയാക്കാനായിക്കൊണ്ട്. അപ്പോ അങ്ങനെ സ്തനം അപിപത് സാ യാതുദാനി അപി, അവൾ യാതുദാനിയാണെങ്കിലും രാക്ഷസിയാണെങ്കിലും ജനനീഗതിം, ആ ജനനിമാരുടെ, അമ്മമാരെ മക്കൾക്ക് സ്നേഹപൂർവം ലാളനകൾ കൊടുക്കുമ്പോൾ ഏതൊരു ഗതിയാണോ കിട്ടുക, സ്വർഗം ലഭിക്കും. നല്ല അമ്മമാര് മക്കളെ ലാളിക്കുന്നതിലൂടെ തന്നെ, നന്നായി മക്കളെ വളർത്തുന്നതിലൂടെ തന്നെ അവർക്ക് ഒരുപാട് പുണ്യം ലഭിക്കും. അങ്ങനെയുള്ള ആ ഗതി, സ്വർഗം ലഭിക്കുന്ന ആ സ്വർഗത്തെ അവാപ പ്രാപിച്ചു.
കൃഷ്ണഭുക്തസ്തനക്ഷീരാ മാതരഹ ഗാവ കിമു. അപ്പോ പിന്നെ ഭഗവാന് പ്രേമപൂർവം സ്തന്യം കൊടുത്ത, അതാണ് കൃഷ്ണഭുക്തസ്തനക്ഷീരാഹ, കൃഷ്ണനാൽ ഭുജിക്കപ്പെട്ടതായിട്ടുള്ള സ്തനങ്ങളോടും പാലോടും കൂടിയവരായ മാതരഹ, അമ്മമാർ, അവിടെയുള്ള യശോദയും രോഹിണിയും മറ്റ് ഗോപികമാരാരെങ്കിലും ഒക്കെ ഭഗവാന് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരും. ഗാവഹ, പശുക്കളും ഭഗവാനെ കാണുമ്പോൾ പശുക്കൾ ചൊരന്ന് നിൽക്കും. വരൂ കുടിക്കൂ എന്ന് പറഞ്ഞ് അവരാകർഷിക്കും, അവര് വിളിക്കും ഭഗവാനെ. ഭഗവാൻ അവരുടെ അകിട്ടിൽ തന്നെ നേരെ ചെന്ന് കുടിക്കും. അപ്പൊ അങ്ങനെ പശുക്കൾ നേരിട്ട് തന്നെ ഭഗവാന് വേണ്ടി പാല് ചുരന്നു കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള പശുക്കൾക്ക് എന്തായിരിക്കും ഗതി? അവർക്ക് ഇനിയൊരു തിര്യക് യോനിയിൽ ജനിക്കേണ്ടി വരില്ല. അവര് ധന്യധന്യരാണ്. കിമു, പറയേണ്ടതുണ്ടോ? കിമു വക്തവ്യം എന്ന് കൈമുതിക ന്യായേന വീണ്ടും ചോദിക്കണം. കിമു ഗാവോനു മാതര. അപ്പൊ തീർച്ചയായിട്ടും ഈ പൂതനയ്ക്ക് കിട്ടിയതിനേക്കാൾ ശ്രേഷ്ഠമായ അവസ്ഥയാണ്, ഗതിയാണ്, വൈകുണ്ഠ പ്രാപ്തിയാണ് ഇവർക്കൊക്കെ ഭഗവാൻ കൊടുക്കുക. പയാംസിയാസാം അപിപത് പുത്രസ്നേഹസ്നുതാന്യലം ഭഗവാൻ ദേവകീപുത്ര കൈവല്യാദ്യഖിലപ്രദഃ താസാം അവിരതം കൃഷ്ണേ കുർവതീനാം സുതേക്ഷണം ന പുനഃ കൽപ്പതേ രാജൻ സംസാരോ ജ്ഞാനസംഭവഃ. പയാംസി യാസാമപിബദ പുത്രസ്നേഹസ്നുതാന്യലം ഭഗവാൻ ദേവകീപുത്രഃ കൈവല്യാദ്യഖിലപ്രദഃ താസാം അവിരതം കൃഷ്ണേ കുർവതീനാം സുതേക്ഷണം ന പുനഃ കൽപ്പതേ രാജൻ സംസാരോ ജ്ഞാനസംഭവഃ. അല്ലയോ രാജൻ, അങ്ങയ്ക്ക് അറിയാമല്ലോ ഭഗവാന്റെ മാഹാത്മ്യം എന്ന് സൂചിപ്പിക്കുകയാണ്. ഭഗവാൻ ആരാണ്? കൈവല്യാദി അഖിലപ്രദഃ എന്ന് പറയുന്നത്. കൈവല്യം മുതലായി എല്ലാം നൽകുന്നവൻ. തന്നെ ആശ്രയിക്കുന്നവർക്ക് ഒരു പാരിജാതമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എന്ത് കൊടുക്കുന്നത്? തന്നെ തന്നെ കൊടുക്കുന്നവനാണ്. തന്നെ തന്നെ കൊടുക്കുന്ന കൽപ്പവൃക്ഷമാണ് ഭഗവാൻ. വെറും അവരാഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമല്ല, ആത്മാനമപി തന്നെ തന്നെ നൽകുന്നവനാണ്. അങ്ങനെയുള്ള കൈവല്യാദി മോക്ഷം വരേക്കും കൊടുക്കുന്ന, അഖിലപ്രദനായ സകല പുരുഷാർത്ഥങ്ങളെയും കൊടുക്കുന്ന ഭഗവാൻ, ഐശ്വര്യ പരിപൂർണൻ, ഷഡ്ഗുണ പരിപൂർണൻ, ഭഗങ്ങളെല്ലാം തികഞ്ഞ ഭഗവാൻ ദേവകീപുത്ര. ആ ദേവകീപുത്രൻ ശ്രീകൃഷ്ണൻ യാസാം പുത്രസ്നേഹസ്നുതാനി പയാംസി അപിപത്. യാസാം, ഏതെല്ലാം സ്ത്രീകളുടെ, പ്രത്യേകിച്ച് യശോദയുടെ, രോഹിണിയുടെ, മറ്റു പല ഗോപികമാരും അതുപോലെ അമ്മമാരെ പോലെ പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം, അവർക്കൊക്കെ പുത്രസ്നേഹസ്നുതാനി, പുത്രസ്നേഹം കൊണ്ട് സ്രവിച്ചത്, സ്നുതമായത്, ചുരന്നത് എന്നർത്ഥം. അങ്ങനെ ചുരന്നതായിട്ടുള്ള, പ്രവഹിക്കുന്നതായിട്ടുള്ള പയാംസി അപിപത്, പയസ്സുകളെ, ആ പാലിനെയും ഭഗവാൻ പാനം ചെയ്തു. ഏതെല്ലാം സ്ത്രീകളുടെ മുലപ്പാല് ഭഗവാൻ കുടിച്ചുവോ അങ്ങനെ കൃഷ്ണേ അവിരതം സുതേക്ഷണം കുർവതീനാം താസാം. കൃഷ്ണേ, ആ കൃഷ്ണനിൽ അവിരതം, അവിരതം എന്ന് പറഞ്ഞ വിരതി കൂടാതെ എപ്പോഴും, ഓൾവേസ്, സുതേക്ഷണം, സുതഭാവേന ഈക്ഷണം, മകൻ എന്നുള്ള ഭാവത്തിൽ വാത്സല്യത്തോടുകൂടെ കുർവതീനാം ചെയ്യുന്നവരായ താസാം, ആ അമ്മമാർക്ക് അജ്ഞാനസംഭവഃ സംസാരഃ പുനഃ ന കൽപ്പത്തെ. അജ്ഞാനസംഭവഃ സംസാരഃ, അജ്ഞാനം മൂലമുണ്ടാകുന്നതായിട്ടുള്ള സംസാരം, പുനർജന്മം മുതലായത് പുനഃ ന കൽപ്പത്തെ, വീണ്ടും ഒരിക്കലും ഉണ്ടാവുകയില്ല. അവരുടെ എന്താ പറയുക, അവസാനത്തെ ജന്മമാണ്. ഇനി ഇതിൽ കൂടുതൽ അവർക്കൊന്നും പ്രാപിക്കാനുമില്ല. ലോകത്തില് ജന്മമെടുത്തതിന്റെ പരമസാഫല്യമാണ് ഭഗവാനെ തന്നെ പുത്രഭാവത്തിൽ കിട്ടി പാലൂട്ടുക എന്നുള്ളത്. അതും കൂടി അടഞ്ഞ്, നിർവൃതി അടഞ്ഞ്, ഇനി ഒരു ആഗ്രഹവുമില്ലാത്തവരായി മാറും. എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചവരായി, നിർവൃതി അടഞ്ഞവരായി, തൃപ്തരായി ഭവിക്കും അവര്. ഏതൊന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഇനിയൊന്നും ലഭിക്കാനില്ലയോ, ഏതൊന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇനിയൊന്നും പ്രാപിക്കാനില്ലയോ, ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊന്നും അറിയാനില്ലയോ എന്നൊക്കെ ഉപനിഷത്തുക്കൾ ഏതൊന്നിനെ കുറിച്ച് പറയുന്നുവോ ആ പൊരുളാണ് ഈ ഭഗവാൻ.
ആ ഭഗവാനെ ഇങ്ങനെ ഭാവിച്ച് പ്രാപിച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് അവർക്ക് വേണ്ടത്? ഇതിൽ പരം തൃപ്തി എവിടെ നിന്നാണ് വേണ്ടത്? അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള സകല വാസനകളും ക്ഷയിച്ചു പോകുന്നർത്ഥം. പൂതന എന്നുള്ളതൊരു വാസനാരൂപമാണ്. ആ പൂതനയെ, ഇതുപോലുള്ള ദുഷിച്ച വാസനയെ പോലും ഭഗവാന് ദഹിപ്പിക്കാൻ കഴിയുമെങ്കിൽ, പരിശുദ്ധമാക്കാൻ കഴിയുമെങ്കിൽ സദ്വാസനകളുടെ കാര്യം പറയേണ്ടതുണ്ടോ? നല്ല വാസനയുള്ളതായിട്ടുള്ള ആളുകളുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഭഗവാനിൽ ഭക്തിപൂർവം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കാര്യം പറയേണ്ടതില്ല. ഭഗവാനെ പ്രേമിക്കുന്നവരുടെ കാര്യം പറയേണ്ടതില്ല. അവരുടെ എല്ലാ ഉള്ളിലുള്ള വാസനകളെയും കാമങ്ങളെയും ഭഗവാൻ നശിപ്പിച്ചു കളയും. അവരെ കൈവല്യം നൽകി അനുഗ്രഹിക്കും. അവർക്ക് പിന്നീട് സംസാരം ഉണ്ടാവില്ല. ആ ഭഗവാന്റെ ധാമം തന്നെ അവർ പ്രാപിക്കും. യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ആ ഭഗവാന്റെ ധാമം തന്നെയാണ് അവർക്കുള്ളത്. അപ്പൊ സംസാരം, അജ്ഞാന സംഭവമായിട്ടുള്ള സംസാരം അവർക്ക് ഉണ്ടാവുകയില്ല. അതാണ് ന കൽപ്പതേ പുനഃ, വീണ്ടും ഉണ്ടാവുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ അമ്മമാര് ഭഗവാനെ മകനായി കണ്ടുകൊണ്ട് പാല് കൊടുത്തതായിട്ടുള്ള ഓരോ അമ്മമാരും ധന്യരാണ്. അവരുടെ ജന്മം പൂർണ്ണമായി, ധന്യമായി, സഫലമായി എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? ഭക്തിപൂർവം നമ്മളാൽ ആവുന്നതൊക്കെ ഭഗവാന് സമർപ്പിക്കണം. എവിടെ കൊണ്ടുപോയി സമർപ്പിക്കണം? അത് വിവേകപൂർവം സമർപ്പിക്കണം. അർഹിക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, യോഗ്യതയുള്ളവർക്ക് ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ പല ക്ഷേത്രങ്ങളിലും കൊണ്ടുപോയി ഭണ്ഡാരത്തിലിട്ടിട്ട് അത് തോന്നിയ വാസത്തിന് ഉപയോഗിക്കാനായിട്ട് അനുവദിക്കേണ്ട ആവശ്യമില്ല. ശബരിമലയിലോ ഗുരുവായൂരിലോ ഒന്നും കൊണ്ടുപോയിടേണ്ട കാര്യമില്ല. അവിടെയൊക്കെ പേരിനിട്ടോളൂ. വെറും കയ്യോടെ ഭഗവാനെ കാണാൻ പോകാൻ പാടില്ല എന്നുള്ള ശാസ്ത്രത്തെ മാനിച്ചുകൊണ്ട് അത് നമ്മുടെ സംസ്കാരമായിട്ട് നിലനിർത്താൻ വേണ്ടി, നമ്മുടെ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഓരോ ക്ഷേത്രത്തിലും പോകുമ്പോൾ ചെറിയ രീതിയിൽ വഴിപാടുകളും ചെറിയ രീതിയിൽ ഇത് കൊടുക്കുക. അല്ലാതെ സ്വർണം കൊണ്ട് തുലാഭാരം തൂക്ക്, സ്വർണം കൊണ്ട് കൊടിമരം പണിത് കൊടുക്ക്, ശ്രീകോവില് സ്വർണം കൊണ്ട് പണിയൊന്നും വേണ്ട. അവിടെയുള്ളവർക്ക് മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെ അവിടെ വരുന്ന ധനം ഉപയോഗിച്ചുകൊണ്ട് ആന്റി ഹിന്ദു ആക്ടിവിറ്റീസ് ആണ് നടത്തുന്നത്. നമ്മുടെ ധർമ്മത്തെ നശിപ്പിക്കാനുള്ള പ്രവൃത്തികളാണ് എല്ലായിടത്തും നടക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയല്ല കൊടുക്കേണ്ടത്. വേറെ നമ്മൾക്ക് വിശ്വസിച്ച് കൊടുക്കാവുന്ന സ്ഥാനങ്ങളുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നേരിൽ അറിയാവുന്ന അർഹരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ കൊടുക്കുക, അവരെയൊക്കെ രക്ഷിക്കുക, സനാതന ധർമ്മത്തെ രക്ഷിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഭഗവാന് വേണ്ടി ചെയ്യും. അപ്പൊ അത് പ്രാർത്ഥനാപൂർവം ചെയ്യാം. അതുപോലെ നമ്മുടെ വീടുകളിൽ തന്നെ ഭഗവാന്റെ മൂർത്തികളെ നല്ല ശ്രദ്ധയോടെ അഭിഷേകാദി അലങ്കാരാദി പൂജകളൊക്കെ ചെയ്ത് ശീലിക്കാം. അതിൽ അങ്ങനെ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അലിഞ്ഞ് ഒന്നായി തീരാം. നമ്മുടെ പ്രേമം ഭഗവാനോട് പ്രകടിപ്പിക്കാം എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഈ അമ്മമാർക്ക് എന്ത് ഗതിയായിരിക്കും ഭഗവാൻ കൊടുക്കുക എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് പിന്നെ സംസാരം ഉണ്ടാവുകയില്ല എന്നും ശ്രീശുക ബ്രഹ്മർഷി തന്നെ പ്രഖ്യാപിച്ചു. ഇനിയിപ്പോ അതിൽ പരം ആരാ പറയേണ്ടത്? അല്ലെ, ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിയാണിത് പ്രഖ്യാപിച്ചത്. വ്യാസനാണ് അതിനെ അനുവദിച്ചത്. അതുപോലെ എല്ലാ ഋഷീശ്വരന്മാരും അത് ഏറ്റുപാടുന്നു. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, പ്രമാണമാണ്, അതോറിറ്റിയാണ്. വിശ്വസിച്ച് നമ്മളും ഭഗവാനെ അതുപോലെ പ്രേമിക്കാം. കടധൂമസ്യ സൗരഭ്യം അവഗ്രായ വ്രജൗഗസഃ കിമിതം കുതയേവേതി വദന്തോ വ്രജമായയുഃ. കടധൂമസ്യ സൗരഭ്യം അവഗ്രായ വ്രജൗഗസഃ കിമിതം കുതയേവേതി വദന്തോ വ്രജമായയുഃ. ഇവിടെ കടധൂമസ്യ സൗരഭ്യം, കടധൂമം എന്ന് പറഞ്ഞാല് ചിതയിൽ നിന്നുണ്ടാകുന്ന ശവശരീരം കത്തുന്ന ആ പച്ച മാംസം കത്തുന്നതായുള്ള അതിൽ നിന്നുള്ള പുകയാണ് ഇവിടെ, അല്ലേ, കടധൂമം.
അതിന്ന് സൗരഭ്യമാണ് വരുന്നത്. ആ സൗരഭ്യം അവഗ്രായ, നല്ല സുഗന്ധം മണത്തിട്ട് വ്രജൗകസഹ, ആ വ്രജവാസികൾ ആരാണ്? ഈ നന്ദഗോപരുടെ കൂടെ വന്ന് ഈ പൂതനയുടെ ദേഹം ദഹിപ്പിക്കാനായിട്ട് മെനക്കെട്ടതായിട്ടുള്ള പുരുഷന്മാരും മറ്റുള്ള വ്രജവാസികളും എല്ലാവരും കിമിതം, ഇതെന്താ ഇത്? കുതയേവ, ഇത് എവിടുന്നാണ് ഈ ഗന്ധം വരുന്നത്? അവര് കത്തിക്കുന്നത് മൃതശരീരമാണ്, ഇതിൽ നിന്നാവാൻ വഴിയില്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇത് എവിടുന്നാ വരണ ഈ സുഗന്ധം? എന്താ ഇത്? അത്ഭുതമായിരിക്കുന്നു. ഇങ്ങനെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് വദന്ത, ഇങ്ങനെ പറയുന്നവരായിട്ട് വ്രജം ആയയുഹു, അവര് ആ പണികളെല്ലാം കഴിച്ച് ദേഹത്തെ ദഹിപ്പിച്ച ശേഷം അവരെല്ലാരും കൂടി വരികയാണ്, വ്രജത്തിലേക്ക് മടങ്ങി വരുന്നു. ഇനി ഇവിടെ വന്നിട്ട് വേണം അവർക്ക് വിവരങ്ങളൊക്കെ അറിയാനായിട്ട്. അവർ ആദ്യമേ വഴിയിൽ നിന്ന് തന്നെ പണി കഴിച്ചിട്ടാണ് വരുന്നത്. തേ തത്ര വർണ്ണിതം ഗോപൈഹി പൂതനാഗമനാദികം ശ്രുത്വാ തന്നിധനം സ്വസ്തി ശിശോശ്ചാസൻ സുവിസ്മിതാഃ. തേ തത്ര വർണ്ണിതം ഗോപൈഹി പൂതനാഗമനാദികം ശ്രുത്വാ തന്നിധനം സ്വസ്തി ശിശോശ്ചാസൻ സുവിസ്മിതാഃ. അപ്പോ തേ തത്ര വർണ്ണിതം ഗോപൈഹി പൂതനാഗമനാദികം ശ്രുത്വാ. തേ എന്ന് പറഞ്ഞാൽ ആ വന്ന ഗോപന്മാര്, പുറത്തുപോയി വന്നവരൊക്കെ ഗോപന്മാർ മറ്റു ഗോപന്മാരാൽ തത്ര പൂതനാഗമനാദികം വർണ്ണിതം, പൂതനയുടെ വരവിനെ കുറിച്ചും മറ്റുമൊക്കെ വർണ്ണിച്ചു. ഒരു വരവായിരുന്നു, ഒരു 1.5 വരവായിരുന്നു. വന്നപ്പോ ഞങ്ങളൊക്കെ അതിശയിച്ചു പോയി, സാക്ഷാൽ ലക്ഷ്മി ദേവിയാണോ വരുന്നത് എന്നൊക്കെ വിചാരിച്ചു. അത്രയും സുന്ദരിയായിരുന്നു. ഞങ്ങളൊക്കെ മതിമറന്ന് മോഹിതരായി നിൽക്കുകയായിരുന്നു. അവൾ അങ്ങനെ വന്ന് ഉണ്ണിക്കണ്ണനെ മടിയിലെടുത്ത് വെച്ചു. ആ ഉണ്ണിക്ക് പാല് കൊടുക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്കൊന്നും തടയാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ആ ഉണ്ണി പാല് കുടിക്കുകയും ചെയ്തു. എന്താ സംഭവിച്ചതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെയുണ്ട് അവള് കയ്യും കാലും ഒക്കെ ഇട്ടിട്ട് അടിക്കണു, നിലവിളിക്കണു, ഭയങ്കര ശബ്ദം, ശരീരം വലുതാവണു. അങ്ങനെ അവള് ചത്ത് മലച്ചു വീഴുന്നു. ആരാണ് അതിനു വേണ്ടി എന്ത് ചെയ്തു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം ഈ ഉണ്ണിയല്ല അത് ചെയ്തതെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവർ കണ്ടതൊക്കെ പറഞ്ഞു, പ്രത്യക്ഷമായിട്ടുള്ളതൊക്കെ അവർ വർണ്ണിച്ചു. അതാണ് പൂതന ആഗമനാദികം. അത് ശ്രുത്വ വർണ്ണിതം ശ്രുത്വ. അതുപോലെ നിധനം, അവളുടെ മരണം സംഭവിച്ചതിനെ കുറിച്ചും, എങ്ങനെയാണ് അവൾക്ക് മരണം സംഭവിച്ചത്, ആ മരണം എങ്ങനെയാ സംഭവിച്ചതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർ കണ്ടത് പറഞ്ഞു. ശിശോഹോ സ്വസ്തി, എന്നാ കുട്ടിക്കൊന്നും പറ്റിയില്ല, ശിശു സ്വസ്ഥനായിരുന്നു, ഒരാപത്തും പറ്റിയില്ല എന്നുള്ള കാര്യവും എല്ലാവരും വിളിച്ചു പറഞ്ഞു. അങ്ങനെ അത് കേട്ടിട്ട് ശ്രുത്വ സുവിസ്മിതാഹ ആസന്ന്, അത്യന്തം വിസ്മിതരായി തീർന്നു ഈ വന്നവരും. വിശ്വസിക്കാനാവുന്നില്ല. നേരിൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഒട്ടും വിശ്വാസം വരില്ല, നേരിൽ കണ്ടവർക്കേ വിശ്വാസം വന്നിട്ടില്ല. ഇതെന്താ സംഭവിച്ചതെന്ന് അവരേ അത്ഭുത പരതന്ത്രരായിരിക്കുകയാണ്. ഘടിക്കുന്നില്ല പരസ്പരം, അല്ലേ? അഘടിത ഘടനാ പടീയസീ മായ, ഭഗവാന്റെ ആ മായ കൊണ്ടുള്ള ലീലയാണിത്. ഘടിക്കാത്തതിനെയൊക്കെ പരസ്പരം ഘടിപ്പിക്കുന്നതില് വളരെ പടുത്വമേറിയവളാണ് ഭഗവാന്റെ ആ മായ. അങ്ങനെയാണ് ഭഗവാൻ ഈ ലീല ചെയ്തത്. അല്ലാതെ നമ്മുടെ ലോജിക്കിനൊന്നും നിരക്കുന്നതല്ല ഇതൊന്നും. അപ്പൊ കണ്ടവർക്ക് പോലും വിശ്വാസാവില്ല, പിന്നെയാണോ കേട്ടവർക്ക്? അവരെല്ലാം വിസ്മയിച്ച് നിൽക്കും. നിങ്ങളൊക്കെ പറയുന്നത് സത്യമാണോ? വേറെന്തെങ്കിലും സംഭവിച്ചോ അവിടെ? വേറെന്തെങ്കിലും സംഭവിച്ചോ എന്നിങ്ങനെ ഇന്നത്തെ പത്രക്കാര് കുത്തി ചോദിക്കുന്നത് പോലെ ചോദിക്കുക. പക്ഷെ ആർക്കും ഒരു മറുപടിയില്ല. കാരണം എല്ലാവരും കണ്ടത് ഒരേ കാര്യമാണ്. ഞങ്ങളെല്ലാം കണ്ടതാ, ഇതാണ് നടന്നത്, ഇത്രയേ നടന്നിട്ടുള്ളൂ. എന്താണ് വന്നവൾക്ക് പറ്റിയത് എന്നറിയില്ല, എങ്ങനെയാണ് അവൾ മരിച്ചു വീണത് എന്നറിയില്ല. എന്തോ ഭാഗ്യം, നമ്മുടെ ഉണ്ണിക്ക് ഒന്നും പറ്റിയില്ല എന്ന് അവര് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. സുവിസ്മിതാഹ ആസന്ന്. നന്ദസ്വപുത്രമാദായ പ്രോഷ്യാഗത ഉദാരധീഹി മൂർധ്നുപാഗ്രായ പരമാം മുദം ലേഭേ കുരുദ്വഃ. നന്ദസ്വപുത്ര ആദായ പ്രോഷ്യാഗത ഉദാരധീഹി മൂർധ്നുപാഗ്രായ പരമാം മുദം ലേഭേ കുരുദ്വഃ. നന്ദഃ പ്രോഷ്യാഗതഃ. നന്ദനെ കുറിച്ച് പറയുമ്പോൾ പ്രോഷ്യാഗതഃ, പ്രോഷ്യ എന്ന് പറഞ്ഞാൽ പ്രവാസം കൃത്വ,
അന്യദേശത്ത് പോയിട്ട് ആഗത തിരിച്ചു വന്നവനായിട്ടുള്ള ഉദാരദീഹി വളരെ ഉദാരചിത്തനായിട്ടുള്ള നന്ദഃ സ്വപുത്രം ആദായ തന്റെ പുത്രനെ മടിയിലെടുത്തു വെച്ചു, അല്ലെങ്കിൽ എടുത്തു, കയ്യിലെടുത്തു. ആശ്വാസത്തോടുകൂടെ എന്തോ എന്റെ ഉണ്ണിക്ക് ആപത്തൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ഭാവത്തില് പുത്രനെ സ്വീകരിച്ച് എടുത്തിട്ട് മൂർധ്നി ഉപാഗ്രായ ആ മൂർധാവിൽ ഘ്രാണനം ചെയ്തു എന്നർത്ഥം. തന്റെ മുഖവും മൂക്കും ചേർത്ത് വെച്ചുകൊണ്ട് ആ ഉണ്ണിയുടെ മൂർധാവിലൊന്ന് നുകർന്നു. മൂർധിനി ഉപാഗ്രായ ചുംബനം ചെയ്ത് ഹേ കുരുദ്വ പരമാമുദം ലേഭേ, അല്ലയോ കുരുവംശത്തെ നിലനിർത്തുന്നവനായ പരീക്ഷിത്തെ, പരമാമുദം ലേഭേ, അദ്ദേഹം എന്തെന്നില്ലാത്ത മോദത്തെ പ്രാപിച്ചു, പരമാനന്ദത്തെ അനുഭവിച്ചു. ആ തന്റെ പുത്രന് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഒരു ഹാനിയുമില്ലല്ലോ എന്ന് ചിന്തിച്ചു എന്നർത്ഥം. ശ്ലോകത്തിൽ പാഠഭേദമുണ്ട്. പ്രേത്യാഗതം ഉദാരദീഹി എന്നുണ്ട് അല്ലേ പാഠഭേദം. പ്രോഷ്യാഗത എന്ന് പ്രഥമ ഏകവചനത്തിൽ പറയുമ്പോൾ നന്ദനെ കണക്ട് ചെയ്യുന്നു. പ്രേത്യ ആഗതം എന്ന് പറഞ്ഞാലോ അത് ദ്വിതീയ വിഭക്തിയാണ്. ആഗതം, ആഗതം പുത്രം. അപ്പൊ പുത്രനെ ആഗതം എവിടുന്ന് വന്നു? പ്രേത്യ. പ്രേത്യ എന്ന് പറഞ്ഞാല് മരിച്ചിട്ട് തിരിച്ചു വന്നവനെ പോലെ. അപ്പൊ തന്റെ ഉണ്ണിക്ക് വലിയൊരു ആപത്ത് നേരിട്ടു, അത് മരിച്ചതിന് തുല്യമാണ്. അപ്പൊ മരിച്ച പുത്രൻ തിരിച്ചു കിട്ടിയതുപോലെയുള്ളതായിട്ടുള്ള ആനന്ദത്തെ അദ്ദേഹം പ്രാപിച്ചു എന്ന് മറ്റൊരു തരത്തില് ഈ പാഠഭേദം വെച്ച് അർത്ഥം പറയണം. രണ്ടും ശരി തന്നെയാണ്. ഈ ഉണ്ണി ഈ ഒരു ആപത്തിൽ വെച്ച് അല്ലേ വിശ്വസിക്കാനാവുന്നില്ല. ഇത്രയും വലിയൊരു രാക്ഷസി വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ഉണ്ണിയെ തിന്നില്ല, ഈ ഉണ്ണിയെ നശിപ്പിച്ചില്ല, കൊന്നില്ല, ഉണ്ണിക്കൊരു പോറൽ പോലും ഏറ്റില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളുന്നില്ല. മരണത്തിന്റെ വായിലേക്ക് പോയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഈ പൂതന എന്നുള്ളതൊരു മരണം തന്നെയാണ്. അവളുടെ വായിലേക്ക് പോയിട്ട് തിരിച്ച് ജീവനോടെ കിട്ടിയിരിക്കണം. അപ്പൊ ഒരു പ്രാകൃത ശിശു എന്ന് കരുതുന്ന ഭാവമാണ് ഇവിടെ പ്രേത്യാഗതം എന്നുള്ളത്. ഒരു സാധാരണ തന്റെ ഉണ്ണി എങ്ങനെ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നു, മരിച്ചു മടങ്ങി വന്നതുപോലെ പ്രേത്യ ആഗതം ഇവ ഉദാരതി. ഉദാരതി അപ്പൊ ഇദ്ദേഹം പോയിട്ട് വന്ന് സ്വീകരിച്ചു എന്നുള്ളതൊരു വേർഷൻ. പ്രോഷ്യ ആഗത, മറ്റത് പ്രേത്യ ആഗതം എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ആ നന്ദന്റെ ആ ഒരു പുത്രവാത്സല്യത്തെ അദ്ദേഹം പ്രകടിപ്പിച്ചു, ആശ്വസിച്ചു എന്നർത്ഥം എല്ലാം കേട്ടിട്ട്. അപ്പോ ഈ കുരുദ്വഹ എന്നുള്ളതായിട്ടുള്ള സംബോധന ഇവിടെ ശരിക്കും ആപ്റ്റാണ്. എന്താണ് ഈ കുരുവംശത്തെ വഹിക്കുന്നത്, നിലനിർത്തുന്നത് ആരാണ്? പരീക്ഷിത്ത്. അത് ആരാ നിലനിർത്തിയത്? വാസ്തവത്തില് ഭഗവാനാണ് അല്ലേ? ഉത്തരയുടെ ഗർഭത്തിൽ നിന്ന് അശ്വത്ഥാമാവിന്റെ അസ്ത്രത്താൽ ദഹിച്ചുപോയ ആ അഭിമന്യുപുത്രനായ അങ്ങ് മരിച്ചു തിരിച്ചു വന്ന ആളാണ്. ആ അങ്ങയെ ആരാ രക്ഷിച്ചത്? മരിച്ചു തിരിച്ചു വന്നത് ആരാ? ഭഗവാന്റെ രക്ഷ കൊണ്ട്. ആ ഭഗവാൻ ഇവിടെ പുത്രനായിട്ട് നന്ദഗോപരെ ആശ്വസിപ്പിച്ചു, അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചു. ആ പുത്രന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആ സംബോധനയില്. ഇപ്പോ പരീക്ഷത്തിനെ തിരിച്ചു കിട്ടിയപ്പോ ഉത്തരയും പാണ്ഡവന്മാരും എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും അല്ലേ? അതുപോലെ നന്ദനും സന്തോഷിച്ചു എന്നും താല്പര്യം. യേതത്പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകമത്ഭുതം ശൃണുയാത് ശ്രദ്ധയാ മർത്യോ ഗോവിന്ദേ ലഭതേരതിം. യേതത്പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകമത്ഭുതം ശൃണുയാത് ശ്രദ്ധയാ മർത്യോ ഗോവിന്ദേ ലഭതേരതിം. അപ്പൊ ഏതത് പൂതനാമോക്ഷം കൃഷ്ണസ്യ അർഭകം അത്ഭുതം. അപ്പൊ യഹ ഏതൊരുവരാണോ കൃഷ്ണസ്യ ആർഭകം, ആർഭകം എന്ന് പറഞ്ഞാല് അർഭകഭാവത്തിൽ ചെയ്ത പ്രവൃത്തി, ബാലലീല എന്നർത്ഥം. ആർഭകം എന്ന് പറഞ്ഞാൽ ബാലഭാവത്തിൽ ചെയ്ത പ്രവൃത്തി. ആ കൃഷ്ണസ്യ ആർഭകം അത്ഭുതം, അത് ആശ്ചര്യകരമായിട്ടുള്ളതാണ്, ആർക്കും വിശ്വസിക്കാനാവാത്തതാണ്.
അങ്ങനെയുള്ള പൂതനാമോക്ഷം, ഈ പൂതനാമോക്ഷം എന്നുള്ളതായിട്ടുള്ള കഥയെ ശ്രദ്ധയാ ശൃണുയാത്, ശ്രദ്ധാഭക്തിപൂർവം ആരാണോ ശ്രവിക്കുന്നത്, സഹ മർത്യ ഗോവിന്ദേ രതിം ലഭതേ, ആ മർത്യൻ, ആ മനുഷ്യന് തീർച്ചയായിട്ടും ഗോവിന്ദനിൽ, ഭഗവാനിൽ രതിം, പ്രേമം വർദ്ധിച്ചു വരുന്നു. അവർക്ക് മനസ്സ് ഭഗവാനിൽ തന്നെ രമിക്കും. ഈ ഭഗവാന്റെ അത്ഭുത ലീലകളെ കുറിച്ച് ആലോചിച്ച് അതിൽ തന്നെ രമിക്കും. അതിനാണ് ഭഗവാന്റെ അത്ഭുത ലീലകളൊക്കെ. എത്രയോ അവതാരങ്ങൾ എന്തെല്ലാമോ ചെയ്തു, പക്ഷെ അതൊന്നും നമ്മൾ എപ്പോഴും ഓർക്കാറില്ല. എന്നാൽ ഈ ഭഗവാന്റെ കൃഷ്ണാവതാരത്തിലെ ലീലകളൊക്കെ നമ്മൾ ഓർക്കും, നിത്യവും ഓർക്കും. അപ്പൊ എന്തുകൊണ്ടാണത്? അത് അത്ഭുത ലീലകളായതുകൊണ്ടാണ്, സാധാരണ ലീലകളല്ല. അതിനുവേണ്ടിയാ ഭഗവാൻ അത്ഭുതമായിട്ടുള്ള ലീലകളൊക്കെ ചെയ്തതും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ചിന്തിക്കും, ഇതിപ്പോ ആർക്കാവാത്തത്, ഇന്ന ആളുകളൊക്കെ ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പാരിസൺ ആയി. എത്രയോ ആളുകൾ ചെയ്ത കാര്യമാണ് സാമാന്യവൽക്കരിക്കും. അപ്പൊ പിന്നെ അത് മറക്കാൻ എളുപ്പമാണ്. എന്നാൽ താരതമ്യമില്ലാത്ത, സാമാന്യവൽക്കരിക്കാൻ പറ്റാത്ത, എടുത്തെടുത്തെടുത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലേ, ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ. രാഷ്ട്രീയക്കാര് എന്ത് ആപത്തുകൾ തുടർച്ചയായിട്ട് സംഭവിച്ചാലും, അവരുടെ ഭാഗത്തുനിന്ന് എന്ത് കൊള്ളരുതായ്മകൾ പ്രവർത്തിച്ചാലും ഒക്കെ ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കും. ഇതൊന്നും എല്ലാവരും എപ്പോഴൊന്നും ചെയ്യുന്നതല്ല, അതെന്തോ സംഭവിച്ചു പോയി, അത് വിട്ടേക്കൂ എന്ന മട്ടിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. ഇവിടെ ഭഗവാന്റെ ലീലകളെല്ലാം ഒറ്റപ്പെട്ട ലീലകളാണ്. അത് അത്ഭുതമാണ്, അത് സാമാന്യമല്ല, എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ഈ ബാലക പ്രവൃത്തിയെ ആരാണോ, ഏതു മർത്യനാണോ ശ്രദ്ധയാ ശൃണുയാത്, അവന് ഗോവിന്ദനിൽ, ഭഗവാനിൽ രതിം ലഭതേ, രതിയെ ലഭിക്കും. അപ്പോ ഇത് അത്ഭുതമാണ് എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് നാളെ കണ്ടിട്ട് ഭഗവാന്റെ അടുത്ത ലീലയിലേക്ക് പ്രവേശിക്കാം. ശകടാസുര വധം മുതലായിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് സമർപ്പിക്കാം. ഓം ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂതനാമോക്ഷനിരൂപണം നാമ ഷഷ്ഠോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ രാവിലെ കാണാം നമുക്ക്. നാളെ രാവിലെ 11 മണിക്ക് സാധാരണ പോലെ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.